ഹായ് ഹലോ വെൽക്കം ടു PSC ട്രിക്സ് വിത്ത് അമ്മു. അപ്പോൾ SCRT സീരീസിൻ്റെ ഒരു പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഇന്ന് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 9ാം ക്ലാസ്സിലെ 8ാമത്തെ ചാപ്റ്ററായിട്ടുള്ള തീരങ്ങളിലൂടെ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാഠഭാഗമാണ്. നമ്മുടെ ഈ ഇന്ത്യൻ ജോഗ്രഫിയുമായിട്ട് വളരെ അടുത്ത് നിൽക്കുന്നൊരു ചാപ്റ്ററാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചാപ്റ്ററും കൂടിയാണ് കേട്ടത്. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കിടന്നാലോ. സമുദ്രസഞ്ചാര രേഖകൾ ശേഖരിച്ച് പ്രസിദ്ധീകരിക്കുന്ന ഹാക്കിലൂട്ട് സൊസൈറ്റി തയ്യാറാക്കിയ എ ജേർണൽ ഓഫ് ദി ഫസ്റ്റ് വോയേജ് ഓഫ് വാസ്കോ ഡ ഗാമ എന്ന അമൂല്യവും ഏറെ പഴക്കം ചെന്നതുമായ പുസ്തകത്തിൽ നിന്നെടുത്ത ഒരു ഭാഗത്തിൻ്റെ മലയാള പരിഭാഷയാണ് ഇവിടെ ഈ ഫസ്റ്റ് നമ്മൾ കാണുമ്പോൾ മേലെ കൊടുത്തിരിക്കുന്നത്. വാസ്കോ ഡ ഗാമയുടെ ഈ യാത്ര യൂറോപ്യന്മാർക്ക് മലബാർ തീരത്തേക്കൊരു സമുദ്രമാർഗം നൽകി. ഇതോടെ കേരളമാകെയും മലബാർ തീരം പ്രത്യേകിച്ചും വലിയ മാറ്റങ്ങൾക്ക് വിധേയമായി. അതിമനോഹരവും പ്രകൃതി വിഭവങ്ങളാൽ സമ്പന്നവുമായ ഈ തീരങ്ങളിലൂടെയുള്ള യൂറോപ്യന്മാരുടെ കടന്നുവരവോടെ ഇന്ത്യയുടെ ചരിത്രം തന്നെ മാറ്റിയെഴുതപ്പെട്ടു. ലക്ഷദ്വീപുകളുടെയും ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളുടെയും തീരങ്ങൾ ഉൾപ്പെടെ ഇന്ത്യക്ക് ഏകദേശം 7517 കിലോമീറ്റർ നീളത്തിൽ തീരദേശമുണ്ട്. അപ്പം നമ്മുടെ തീരദേശത്തിൻ്റെ നീളം എത്രയാണ്? 7517 കിലോമീറ്ററാണ് നമ്മളുടെ തീരദേശം വ്യാപിച്ചു കിടക്കുന്നത്. ഭൂമിശാസ്ത്രപരമായും ചരിത്രപരമായും ഏറെ പ്രാധാന്യമുള്ള ഈ തീരദേശങ്ങളുടെ ഭൂമിശാസ്ത്ര വൈവിധ്യങ്ങളിലേക്കാണ് ഈ ചാപ്റ്റർ നമ്മളെ കൊണ്ടുപോകുന്നത്. ഇന്ത്യയിലെ ഭൂപ്രകൃതി വിഭാഗങ്ങളിൽ ഒന്നായിട്ടുള്ള തീരസമതലം ഏറെ ജനനിബിഡമാണ്. ജനവാസത്തിന് അനുയോജ്യമായ ധാരാളം ഘടകങ്ങൾ ഉള്ളതിനാൽ ഈ മേഖല എന്താണ്? ജനനിബിഡമാകുന്നത്. അവ എന്തെല്ലാമാണ്? സമതല ഭൂപ്രകൃതി, അനുയോജ്യമായിട്ടുള്ള കാലാവസ്ഥയാണ്, പിന്നെന്താണ്? ജലലഭ്യതയുണ്ട്. അപ്പോൾ ഇതെല്ലാം കാരണം കൊണ്ടാണ് നമ്മുടെ ഈ തീരസമതലം എന്ന് പറയുന്നത് വളരെ ജനവാസം കൂടുതലായിട്ട് കാണപ്പെടുന്നത്. സ്ഥാനം, ഭൂപ്രകൃതി സവിശേഷതകൾ എന്നിവയുടെ അടിസ്ഥാനത്തിൽ എങ്ങനെ തിരിച്ചിട്ടുണ്ട്? ഇന്ത്യൻ തീരസമതലത്തെ രണ്ടായിട്ട് തരം തിരിച്ചിട്ടുണ്ട്. പടിഞ്ഞാറൻ തീരസമതലമുണ്ട്. പിന്നെ ഇവിടെ എന്താണ് കിടക്കുന്നത്? കിഴക്കൻ തീരസമതലവും. പടിഞ്ഞാറൻ തീരസമതലവും കിഴക്കൻ തീരസമതലവുമായിട്ട് നമ്മുടെ തീരസമതലത്തെ എങ്ങനെ വിഭജിച്ചിരിക്കുന്നു? രണ്ടായിട്ടാണ് വിഭജിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നോക്കാം പടിഞ്ഞാറൻ തീരസമതലം. അതിനു മുമ്പ് ഇവിടെ താഴ്ത്തപ്പെട്ട തീരവും ഉയർത്തപ്പെട്ട തീരവും എന്ന് പറഞ്ഞിട്ടൊരു ബോക്സ് തന്നിട്ടുണ്ട്. നമുക്കതൊന്ന് നോക്കാം. തീരപ്രദേശങ്ങളിൽ ഉദ്യാനം പോലുള്ള ഭൗമപ്രവർത്തനത്താൽ തീരദേശത്തെ കരഭാഗം ഉയരുകയോ സമുദ്രനിരപ്പ് താഴുകയോ ചെയ്യുന്നു. ഇതിൻ്റെ ഫലമായി കടൽ പിൻവാങ്ങി രൂപപ്പെടുന്ന തീരപ്രദേശങ്ങൾ എന്തെന്ന് പറയുന്നു? ഉയർത്തപ്പെട്ട തീരങ്ങൾ എന്നാണ് പറയുന്നത്. സിമ്പിളായിട്ട് എന്താണ് പറയുന്നത്? നമ്മുടെ കടൽ പിൻവാങ്ങി രൂപപ്പെടുന്ന തീരങ്ങളെ എന്ത് പറയുന്നു? ഉയർത്തപ്പെട്ട തീരങ്ങൾ എന്നാണ് പറയുന്നത്. എന്തിൻ്റെ ഫലമായിട്ടാണ് ഇതുണ്ടാകുന്നതെന്ന് ചോദിച്ചാൽ എന്താണ്? ഉദ്യാനത്തിൻ്റെ ഫലമായിട്ടാണ് ഇതുണ്ടാകുന്നത്. അവതലനം പോലുള്ള ഭൗമപ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ തീരദേശത്തെ കരഭാഗം താഴുകയോ സമുദ്രജലനിരപ്പ് ഉയരുകയോ ചെയ്യുന്നു. ഇതിൻ്റെ ഫലമായി കരയിലേക്ക് കടൽ കയറി രൂപപ്പെട്ട തീരങ്ങളാണ് എന്ത് പറയുന്നത്? താഴ്ത്തപ്പെട്ട തീരങ്ങൾ എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് നമ്മുടെ കരയിലേക്ക് കടൽ കയറി രൂപപ്പെടുന്ന തീരങ്ങൾ എന്തെന്ന് പറയുന്നു? താഴ്ത്തപ്പെട്ട തീരങ്ങൾ എന്ന് പറയുന്നു. എന്താണ് കാരണം രൂപപ്പെടാൻ? അവതലനം എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്രക്രിയയാണ് താഴ്ത്തപ്പെട്ട തീരങ്ങൾ രൂപപ്പെടാൻ കാരണം. ഇത് പറയാൻ കാരണം നമ്മളുടെ പടിഞ്ഞാറൻ തീരസമതലം എന്ന് പറയുന്നത് എന്താണ്? ഒരു താഴ്ത്തപ്പെട്ട തീരമാണ്. മനസ്സിലാവുന്നുണ്ടോ? താഴ്ത്തപ്പെട്ട തീരങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? കരയിലേക്ക് കടൽ കയറി രൂപപ്പെടുന്ന ഒരു തീരമാണ്. അപ്പം നമുക്ക് നോക്കാം. ഉപദ്വീപീയ പീഠഭൂമിക്കും അറബിക്കടലിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ഇടുങ്ങിയ ഭൂപ്രദേശമാണ് പടിഞ്ഞാറൻ തീരസമതലം. മനസ്സിലാവുന്നുണ്ടോ? ഉപദ്വീപീയ പീഠഭൂമിക്കും അറബിക്കടലിനും ഇടയ്ക്കാണ് എന്ത് സ്ഥിതി ചെയ്യുന്നത്? പടിഞ്ഞാറൻ തീരസമതലം സ്ഥിതി ചെയ്യുന്നത്. ഗുജറാത്തിലെ കച്ച് മുതൽ കന്യാകുമാരി വരെ ഏകദേശം 1840 കിലോമീറ്റർ നീളത്തിലാണ് ഈ തീരപ്രദേശം കാണപ്പെടുന്നത്. മനസ്സിലാവുന്നുണ്ടോ? തീരപ്രദേശത്തിൻ്റെ വീതി എങ്ങനെയാണ്? 10 കിലോമീറ്ററിനും 15 കിലോമീറ്ററിനും ഇടയ്ക്കാണ്. നീളം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? 1840 കിലോമീറ്റർ നീളത്തിൽ എങ്ങനെയാണ് വ്യാപിച്ച് കിടക്കുകയാണ്. വീതി 10 കിലോമീറ്ററിനും 15 കിലോമീറ്ററിനും ഇടയ്ക്കാണ് അല്ലേ? അപ്പോൾ എവിടെ മുതലാണ്? ഗുജറാത്തിലെ കച്ച് മുതൽ കന്യാകുമാരി വരെയാണ് പടിഞ്ഞാറൻ തീരസമതലം വ്യാപിച്ച് കിടക്കുന്നത്. ഇവിടെ കാണുന്നുണ്ടോ? ഉപദ്വീപീയ പീഠഭൂമിക്കും അറബിക്കടലിനും ഇടയ്ക്കായിട്ടാണ് ഇത് കാണപ്പെടുന്നത്. എവിടെ മുതലാണ്? ഗുജറാത്തിലെ കച്ച് മുതൽ എവിടം വരെ? കന്യാകുമാരി വരെയാണ് വ്യാപിച്ചു കിടക്കുന്നത്? പടിഞ്ഞാറൻ തീരസമതലം വ്യാപിച്ചു കിടക്കുന്നത്. ഏകദേശ നീളം എത്രയായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്? 1840 കിലോമീറ്ററാണ്. വീതി എങ്ങനെയാണ്? പടിഞ്ഞാറൻ തീരസമതലത്തിൻ്റെ വീതി എങ്ങനെയാണ്? 10 കിലോമീറ്ററിനും 15 കിലോമീറ്ററിനും ഇടയ്ക്കാണ്. മനസ്സിലായോ? ഈ ചിത്രം ഓർമ്മയുണ്ടെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കാണുന്ന സമയത്ത് നമുക്ക് ഒരു കൺഫ്യൂഷൻ തോന്നില്ല കേട്ടോ. ഉപദ്വീപീയ പീഠഭൂമിക്കും അറബിക്കടലിനും ഇടയിൽ ഗുജറാത്തിലെ കച്ച് മുതൽ കന്യാകുമാരി വരെ 1840 കിലോമീറ്ററിൽ എങ്ങനെയാണ് വ്യാപിച്ച് കിടക്കുകയാണ്. വീതി എങ്ങനെയാണ്? 10 മുതൽ 15 കിലോമീറ്റർ വരെയാണ്.
അപ്പോൾ പടിഞ്ഞാറൻ തീരസമതലം സെറ്റായിട്ടില്ലേ. ഇനി പടിഞ്ഞാറൻ തീരസമതലത്തിനെ വീണ്ടും 3 ഭാഗങ്ങളായിട്ട് തിരിക്കുന്നുണ്ട്. ഏതൊക്കെയാണ്? ഗുജറാത്ത് തീരം, കൊങ്കൺ തീരം, മലബാർ തീരം. മനസ്സിലാവുന്നുണ്ടോ? പടിഞ്ഞാറൻ തീരസമതലത്തിനെ വീണ്ടും 3 ഭാഗങ്ങളായിട്ട് തിരിക്കുകയാണ്. ഗുജറാത്ത് തീരം, കൊങ്കൺ തീരം, മലബാർ തീരം. അതിൽ നമുക്ക് ഫസ്റ്റ് വൺ നോക്കാം. ഗുജറാത്ത് തീരം ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. എല്ലാ തീരങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്കതിലേക്ക് വരാം. ഗുജറാത്ത് തീരസമതലം റാൻ ഓഫ് കച്ച് ചതുപ്പ് പ്രദേശവും സൗരാഷ്ട്ര മേഖലകളുടെ തീരപ്രദേശങ്ങളും ദാമൻ ദിയു, ദദ്ര നഗർ ഹവേലി കേന്ദ്രഭരണ പ്രദേശങ്ങളും ഉൾപ്പെടുന്നതാണ് എന്ത് എന്ന് പറയുന്നത്? ഗുജറാത്ത് തീരസമതലം എന്ന് പറയുന്നത്. റാൻ ഓഫ് കച്ച് ചതുപ്പ് പ്രദേശവും പിന്നെ ഇവിടെ തൊട്ടാണ് സൗരാഷ്ട്ര മേഖലകളുടെ തീരപ്രദേശങ്ങളും ദാമൻ ദിയു, ദാദ്ര നഗർ ഹവേലി കേന്ദ്രഭരണ പ്രദേശങ്ങളും ഉൾപ്പെടുന്നതാണ് എന്ത് എന്ന് പറയുന്നത്? ഗുജറാത്ത് തീരസമതലം എന്ന് പറയുന്നത്. സബർമതി, മാഹി തുടങ്ങിയ നദികളുടെ എക്കൽ നിക്ഷേപണ ഫലമായിട്ടാണ് ഗുജറാത്ത് തീരസമതല ഭാഗം രൂപപ്പെട്ടിട്ടുള്ളത്. ഏതൊക്കെ നദികളാണ്? സബർമതി, മാഹി. ചെറിയ ഷോർട്ട് നോട്ടാക്കിയിട്ട് എഴുതി വെക്കുക കേട്ടോ. ഈ തീരസമതല ഭാഗം രൂപപ്പെട്ടിട്ടുള്ളത് ചെറുതും വലുതുമായ ദ്വീപുകൾ, ഉപദ്വീപുകൾ, കടലിടുക്കുകൾ, ചതുപ്പ് നിലയങ്ങൾ, വേലിയേറ്റ ചാലുകൾ, കുന്നുകൾ തുടങ്ങിയവയാണ് ഈ ഗുജറാത്ത് തീരസമതലത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഏതൊക്കെയാണ്? ചെറുതും വലുതുമായിട്ടുള്ള ദ്വീപുകൾ, ഉപദ്വീപ് കാണപ്പെടുന്നു, കടലിടുക്കുകൾ, ചതുപ്പ് നിലയങ്ങൾ, വേലിയേറ്റ ചാലുകൾ, കുന്നുകൾ തുടങ്ങിയവയാണ് ഗുജറാത്ത് തീരസമതലത്തിൻ്റെ പ്രത്യേകതയായിട്ട് പറയുന്നത്. നമുക്കത് ഈ മാപ്പിലൊന്ന് നോക്കിയാലോ. ഗുജറാത്ത് തീരം കിടക്കുന്നത് എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്? റാൻ ഓഫ് കച്ച് തീരപ്രദേശവും ഇവിടെ മഹാരാഷ്ട്രയൊക്കെ ആയിട്ട് വരും. അപ്പം മഹാരാഷ്ട്രയുടെ സൗരാഷ്ട്ര മേഖലകളുടെ തീരപ്രദേശങ്ങളും പിന്നെന്താണ്? ദാമൻ ദിയു, ദദ്ര നഗർ ഹവേലി കേന്ദ്രഭരണ പ്രദേശങ്ങളും ഉൾപ്പെടുന്നതാണ് ഗുജറാത്ത് തീരം എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? പിന്നെന്താണ് പറഞ്ഞിരിക്കുന്നത്? ഏതൊക്കെ നദികളാണ്? സബർമതി, മാഹി തുടങ്ങിയിട്ടുള്ള നദികളുടെ എക്കൽ നിക്ഷേപണ ഫലമായിട്ടാണ് ഈ ഗുജറാത്ത് തീരസമതലം എന്തുണ്ടായിട്ടുള്ളത്? രൂപം കൊണ്ടിട്ട് ഉള്ളത്. അപ്പോൾ അത്രയും കാര്യങ്ങൾ ഇവിടെ മനസ്സിലാക്കിയിരിക്കുക കേട്ടോ. ഇനി നമുക്ക് അത് കഴിഞ്ഞില്ല. കപ്പലുകളുടെ ശവപ്പറമ്പ് എന്നറിയപ്പെടുന്ന അലാങ് കടൽ തീരവും പരുത്തിത്തുണി വ്യവസായ കേന്ദ്രങ്ങളായ സൂറത്തും വഡോദരയും മത്സ്യബന്ധന ഹാർബറായ വെരാവലും ചരിത്ര പ്രാധാന്യമുള്ള ദണ്ഡി കടപ്പുറവും നിരവധിയായ ഉപ്പുപാടങ്ങളും എല്ലാം എന്താണ്? ഗുജറാത്ത് തീരസമതലത്തിൻ്റെ ജനജീവിതത്തിൻ്റെ അടയാളപ്പെടുത്തലുകളാണ്. അപ്പോൾ എന്തൊക്കെയാണ് കാണപ്പെടുന്നത്? നമുക്കറിയാലേ. ഏതാണ്? കപ്പലുകളുടെ ശവപ്പറമ്പ് എന്നറിയപ്പെടുന്ന ഗുജറാത്ത് തീരസമതലത്തിലെ കടൽ തീരം ഏതാണ്? അലാങ് ആണ്. അലാങ്. അപ്പോൾ അവിടെ എന്തൊക്കെയാണ്? പിന്നെന്താണ് കാണപ്പെടുന്നത്? പരുത്തിത്തുണി വ്യവസായ കേന്ദ്രങ്ങളായിട്ടുള്ള സൂററ്റ്, വഡോദര, പിന്നെന്താണ്? മത്സ്യബന്ധന ഹാർബറായിട്ടുള്ള വെരാവല്. നമ്മുടെ ഗുജറാത്ത് തീരസമതലത്തിൻ്റെ മത്സ്യബന്ധന ഹാർബർ ഏതാണ്? വെരാവൽ. പിന്നെ ചരിത്ര പ്രാധാന്യമുള്ള ദണ്ഡി കടപ്പുറം, നിരവധിയായ ഉപ്പുപാടങ്ങൾ, ഇതെല്ലാം എന്താണ്? ഗുജറാത്ത് തീരസമതലത്തിൻ്റെ ജനജീവിതത്തിൻ്റെ അടയാളങ്ങളാണ്. അപ്പോൾ ഇതെല്ലാം ഗുജറാത്ത് തീരസമതലത്തിൽ ഉൾപ്പെടുന്നതാണ്. ചെറിയ ഷോർട്ട് നോട്ട് ആക്കിയിട്ട് എഴുതി വെക്കണേ. പടിഞ്ഞാറൻ തീരസമതലത്തിനെ 3ആയിട്ട് തിരിച്ചിട്ടുണ്ട്. എങ്ങനെയൊക്കെയാണ്? ഗുജറാത്ത്, കൊങ്കൺ, മലബാർ. നമ്മളിതിലിപ്പോൾ പറയുന്നത് ഗുജറാത്ത് തീരത്തിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ അതിൽ ഷോർട്ട് നോട്ട് ആക്കിയിട്ട് എഴുതി വെക്കുക കേട്ടോ, മറക്കരുതേ. ഇനി നമുക്ക് പോവാം. ഇവിടെ റാൻ ഓഫ് കച്ച് കൊടുത്തിട്ടുണ്ട്. റാൻ ഓഫ് കച്ച് എന്ന് പറഞ്ഞിട്ടൊരു ബോക്സ് കൊടുത്തിട്ടുണ്ട്, വായിക്കാം. ഇന്ത്യ പാക് അതിർത്തി പ്രദേശമായ കച്ചിലെ ഒരു ലവണ ചതുപ്പ് നിലമാണ് റാൻ ഓഫ് കച്ച് എന്ന് പറയുന്നത്. ഗുജറാത്തി ഭാഷയിൽ റാൻ എന്നാൽ എന്താണ്? മരുഭൂമി എന്നാണ് അർത്ഥം. മഴക്കാലങ്ങളിൽ വെള്ളക്കെട്ടുകളായി രൂപപ്പെടുന്ന ഇവ മഴ മാറുന്നതോടെ വരണ്ട ലവണഭൂമി പ്രദേശമായിട്ട് മാറുന്നു. വെളുത്ത ഉപ്പുമണൽ നിറഞ്ഞ റാൻ ഓഫ് കച്ച് ഒരു ലവണ മരുഭൂമിയാണ്. അപ്പോൾ റാൻ ഓഫ് കച്ച് എന്ന് പറയുന്നത് എന്താണ്? ഒരു ലവണ മരുഭൂമിയാണ്. ഏകദേശം 26,000 ചതുശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള ഈ ചതുപ്പ് നിലത്തിന് ഗ്രേറ്റർ റാൻ, ലിറ്റിൽ റാൻ എന്നിങ്ങനെ 2 ഭാഗങ്ങളാണുള്ളത്. നവംബർ മുതൽ ഫെബ്രുവരി വരെ നീണ്ടു നിൽക്കുന്ന റാൻ ഉത്സവം ഇവിടുത്തെ പ്രധാന ആഘോഷമാണ്. അപ്പോൾ എന്താണ് ഈ റാൻ ഓഫ് കച്ചിലെ നവംബർ മുതൽ ഫെബ്രുവരി വരെ നീണ്ടു നിൽക്കുന്ന പ്രധാനപ്പെട്ട ആഘോഷം ഏതാണ്? റാൻ ഉത്സവമാണ്. അതിനെ എങ്ങനെ രണ്ട് ഭാഗങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. എങ്ങനെയൊക്കെയാണ്? ഗ്രേറ്റർ റാന്, ലിറ്റിൽ റാൻ എന്നിങ്ങനെയാണ്. എങ്ങനെയാണ് ഇതിൻ്റെ വിസ്തൃതി എന്ന് പറയുന്നത്? എത്രയാണ്? 26,000 ചതുശ്ര കിലോമീറ്റർ ആണ് ഈ ചതുപ്പ് നിലത്തിന് റാൻ ഓഫ് കച്ചിനെ എന്ന് പറയുന്നത്. ഇന്ത്യ പാക് അതിർത്തി പ്രദേശമായിട്ടുള്ള കച്ചിലെ ഒരു ലവണ ചതുപ്പ് നിലമാണ് റാൻ ഓഫ് കച്ച് എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഇതെങ്ങനെയാണ്? മഴ പെയ്യുന്ന സമയത്ത് എന്താണ്? ഇത് നല്ല വെള്ളക്കെട്ടുകളായി രൂപപ്പെടും. മഴ മാറിക്കഴിഞ്ഞാൽ ഇതെന്താകും? വരണ്ട ലവണ മരുഭൂമി പ്രദേശമായിട്ടാണ് മാറും. അതിലെന്തായിരിക്കും നിറയെ ഉണ്ടാവുക? വെളുത്ത ഉപ്പുമണലായിരിക്കും അതിലേറ്റവും കൂടുതൽ ഉണ്ടാവുക. അപ്പോൾ അവിടെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് എന്താണ്? വെളുത്ത ഉപ്പുമണലായിരിക്കും. റാൻ ഓഫ് കച്ച് എന്ന് പറയുന്നത് എന്താണ്? ഒരു ലവണ മരുഭൂമിയാണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക.
ഇനി നമുക്ക് അടുത്തത് പോകാം. കൊങ്കൺ തീരം എന്ന്. ഈ റാൻ ഉത്സവം മറക്കരുത് കേട്ടോ. നമ്മുടെ റാൻ ഓഫ് കച്ചിലെ ഒരു പ്രധാന ആഘോഷം ഏതാണെന്ന് ചോദിച്ചാൽ അതേതാണ്, റാൻ ഉത്സവമാണ് കേട്ടോ. കൊങ്കൺ തീരം. ഗുജറാത്ത് തീരസമതലത്തിന് തെക്ക് ദമൻ മുതൽ ഗോവ വരെ വ്യാപിച്ചിരിക്കുന്ന തീരസമതലത്തെ എന്തെന്ന് പറയുന്നു? കൊങ്കൺ തീരം എന്ന് പറയുന്നു. ഏകദേശം 500 കിലോമീറ്ററാണ് ഇതിൻ്റെ നീളം എന്ന് പറയുന്നത്. പശ്ചിമഘട്ട മലനിരകൾ ഈ തീരത്തിന് സമാന്തരമായി സ്ഥിതി ചെയ്യുന്നതിനാൽ ഇവിടെ തീരസമതലം ഇടുങ്ങിയതായിരിക്കും. കൊങ്കൺ തീരത്തിൻ്റെ വടക്ക് ഭാഗം മണൽ നിറഞ്ഞ തീരങ്ങളും തെക്ക് ഭാഗം പാറക്കൂട്ടങ്ങൾ നിറഞ്ഞ തീരവുമാണ്. ക്ലിഫുകൾ, ദ്വീപുകൾ, ബീച്ചുകൾ തുടങ്ങിയ തീരദേശ ഭൂരൂപങ്ങൾ ഇവിടെ കാണപ്പെടുന്നു. ഇന്ത്യയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ ഗോവയിൽ ധാരാളം ബീച്ചുകളുണ്ട്. ധാരാളം മഴ ലഭിക്കുന്ന ആർദ്ര കാലാവസ്ഥ കൊങ്കൺ തീരസമതലത്തെ ജൈവ വൈവിധ്യ സമ്പന്നമാക്കുന്നു. അപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞത്? കൊങ്കൺ തീരസമതലം എവിടെ മുതൽ എവിടെ വരെയാണ്? ഗുജറാത്ത് തീരസമതലത്തിന് തെക്ക് ദമൻ മുതൽ ഗോവ വരെയാണ് ഈ കൊങ്കൺ തീരം വ്യാപിച്ചിരിക്കുന്നത് അല്ലേ? എത്രയുണ്ട്? ഏകദേശം 500 കിലോമീറ്റർ ആണ് ഇതിൻ്റെ നീളം എന്ന് പറയുന്നത്. പിന്നെ എന്തുകൊണ്ടാണ് അവിടെ ഈ കൊങ്കൺ തീരസമതലം ഇടുങ്ങിയതാവാൻ കാരണം എന്താണ്? പശ്ചിമഘട്ട മലനിരകൾ എന്ത് ചെയ്യുന്നുണ്ട്? ഈ തീരത്തിന് സമാന്തരമായിട്ട് സ്ഥിതി ചെയ്യുന്നത് കൊണ്ടാണ് അവിടെ എന്താവുന്നത്? അവിടുത്തെ തീരസമതലം വളരെ ഇടുങ്ങിയതായിട്ട് മാറുന്നത്. ഇനി കൊങ്കൺ തീരത്തിൻ്റെ വടക്ക് ഭാഗം എങ്ങനെയാണ്? മണൽ നിറഞ്ഞ തീരങ്ങളാണ്. കൊങ്കൺ തീരത്തിൻ്റെ വടക്ക് ഭാഗത്തേക്ക് പോകുമ്പോൾ മണൽ നിറഞ്ഞ തീരങ്ങളും, തെക്ക് ഭാഗമാണെങ്കിൽ എന്താണ്? അവിടെ പാറക്കൂട്ടങ്ങളും പിന്നെന്താണ്? പാറക്കൂട്ടങ്ങൾ നിറഞ്ഞ തീരമാണ്. അവിടെ തെക്ക് ഭാഗത്ത് പാറക്കൂട്ടങ്ങളാണ്, വടക്ക് ഭാഗത്ത് എന്താണ്? മണലാണ് അല്ലേ? മണൽ നിറഞ്ഞ തീരങ്ങളാണ്. ദ്വീപുകൾ, ബീച്ചുകൾ തുടങ്ങിയ തീരദേശ ഭൂരൂപങ്ങൾ എവിടെ കാണപ്പെടുന്നു? നമ്മുടെ കൊങ്കൺ തീരസമതലത്തിൽ കാണപ്പെടുന്നു. ഈ മാപ്പിലേക്ക് വരികയാണെങ്കിൽ നമുക്കറിയാം, ഇവിടെ കാണുന്നുണ്ട് ഗുജറാത്ത് തെക്ക് എന്താണ്? ദമൻ മുതൽ പിന്നെ എവിടെയാണ്? ഗോവ വരെയാണ് കൊങ്കൺ തീരം വ്യാപിച്ച് കിടക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഈ കൊങ്കൺ തീരസമതലം വ്യാപിച്ച് കിടക്കുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഏതൊക്കെയാണ്? മഹാരാഷ്ട്ര. ഇവിടെ മഹാരാഷ്ട്ര വരും. പിന്നെ എന്ത് വരും? ഗോവയും വരും. മഹാരാഷ്ട്രയിലും ഗോവയിലുമായിട്ടാണ് കൊങ്കൺ തീരം എന്താണ്? വ്യാപിച്ച് കിടക്കുന്നത് എന്ന് പറയുന്നത്. ഇതിന് എത്രയാണ് പറഞ്ഞത്? ഏകദേശ നീളം 500 കിലോമീറ്റർ ആണ് ഇത് വ്യാപിച്ച് കിടക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? പിന്നെന്താണ് പറഞ്ഞത്? നമ്മുടെ ഇന്ത്യയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായിട്ടുള്ള ഗോവ എവിടെയാണ് കാണപ്പെടുന്നത്? കൊങ്കൺ തീരസമതലത്താണ് കാണപ്പെടുന്നത്. മനസ്സിലാവുന്നുണ്ടോ? പിന്നെ അവിടുത്തെ കാലാവസ്ഥ എങ്ങനെയാണ്? ആർദ്ര കാലാവസ്ഥയാണ് അല്ലേ? ധാരാളം മഴ ലഭിക്കുന്ന ആർദ്ര കാലാവസ്ഥയാണ് കൊങ്കൺ തീരസമതലത്തിനുള്ളത്. അതുകൊണ്ടാണ് അവിടെ എന്താണ്? ജൈവ വൈവിധ്യ സമ്പന്നമായി തീർന്നിട്ടുള്ളത്. നവശേവ, മർമഗോവ, ഇവിടെ മുർമുഗോവ എന്നാട്ടോ കൊടുത്തിരിക്കുന്നത്. നവശേവ, മർമഗോവ തുടങ്ങി പ്രകൃതിദത്ത തുറമുഖങ്ങളും മാൽപ്പെ മത്സ്യബന്ധന ഹാർബറും കപ്പൽ നിർമ്മാണശാലകളും ടൂറിസം കേന്ദ്രങ്ങളും വ്യവസായ കേന്ദ്രങ്ങളും എല്ലാം കൊങ്കൺ തീരത്തെ സാമ്പത്തിക പ്രവർത്തനങ്ങളാൽ സക്രിയമായ ഒരു മേഖലയാക്കിയിട്ട് മാറ്റുന്നുണ്ട്. അപ്പോൾ എന്താണ് പറഞ്ഞത്? നമ്മുടെ ഈ കൊങ്കൺ തീരത്തെ സാമ്പത്തികമായിട്ട് മുന്നിട്ട് നിർത്തുന്ന മേഖലയാക്കി മാറ്റുന്നത് ഏതൊക്കെയാണ്? നവശേവ തുറമുഖം, പിന്നെന്താണ്? മർമഗോവ തുടങ്ങിയിട്ടുള്ള പ്രകൃതിദത്ത തുറമുഖങ്ങളും, പിന്നെന്താണ്? മാൽപ്പെ മത്സ്യബന്ധനം, കർണാടകയിൽ സ്ഥിതി ചെയ്യുന്ന മാൽപ്പെ മത്സ്യബന്ധന ഹാർബറും, പിന്നെന്താണ്? കപ്പൽ നിർമ്മാണശാലകൾ, ടൂറിസം കേന്ദ്രങ്ങൾ, വ്യവസായ കേന്ദ്രങ്ങൾ, ഇതെല്ലാം എന്താണ്? ഈ കൊങ്കൺ തീരത്തെ ഒരു സാമ്പത്തിക രീതിയിൽ മുന്നോട്ട് നയിക്കുന്ന മേഖലയാക്കിയിട്ട് മാറ്റുന്നുണ്ട്. ഇനി ഇവിടെ സെൻറ്റ് മേരീസ് ദ്വീപിലെ കൽത്തൂണുകൾ എന്ന് പറഞ്ഞിട്ടൊരു ബോക്സ് കൊടുത്തിട്ടുണ്ട്. കർണാടകയിലെ ഉഡുപ്പി ജില്ലയിൽ മാൽപ്പെ തീരത്ത് നിന്ന് മാറി കടലിലായി സ്ഥിതി ചെയ്യുന്ന ജനവാസമില്ലാത്തൊരു ചെറു ദ്വീപാണ് സെൻറ്റ് മേരീസ് ദ്വീപ് എന്ന് പറയുന്നത്. ദ്വീപ് നിറയെ ഷഡ്ഭുജ ആകൃതിയിലുള്ള കൽത്തൂണുകൾ പോലുള്ള പാറക്കൂട്ടങ്ങളാണ്. ഏകദേശം 88 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ച അഗ്നിപർവ്വത സ്ഫോടനത്തിലൂടെ പുറത്തുവന്ന ലാവ തണുത്ത് രൂപപ്പെട്ടവയാണ് ഇവ. കൊളുംനാർ ജോയിൻസ് എന്ന ജിയോളജിയ ശിലാമാതൃകയാണിത്. ഇതൊരു പ്രധാന വിനോദസഞ്ചാര കേന്ദ്രം കൂടിയാണ്. അപ്പോൾ നമ്മുടെ കർണാടകയിലെ ഉഡുപ്പി ജില്ലയിൽ മാൽപ്പെ തീരത്ത് നിന്ന് മാറി കാണപ്പെടുന്ന ഒരു ജനവാസമില്ലാത്ത ചെറു ദ്വീപിനെയാണ് എന്തെന്ന് പറയുന്നത്? സെൻറ്റ് മേരീസ് ദ്വീപ് എന്ന് പറയുന്നത്. ആ ദ്വീപ് നിറയെ ഷഡ്ഭുജ ശിലകളാണ്. അത് ഏകദേശം ഒരു 88 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് അഗ്നിപർവ്വത സ്ഫോടനത്തിലൂടെ പുറത്തേക്ക് വന്നിട്ടുള്ള ലാവ തണുത്തുറഞ്ഞിട്ട് രൂപപ്പെട്ടതാണ് ഈ ഷഡ്ഭുജ ശിലകൾ എന്ന് പറയുന്നത്. ഇത് എന്ത് ശിലാമാതൃകയാണ്? കൊളുംനാർ ജോയിൻസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ജിയോളജിയ ശിലാമാതൃകയാണിതെന്നാണ് പറയുന്നത്. ഇതൊരു പ്രധാന വിനോദസഞ്ചാര കേന്ദ്രം കൂടിയാണ്. അപ്പോൾ സെൻറ്റ് മേരീസ് ദ്വീപിലെ കൽത്തൂണുകൾ എവിടെയാണ് കാണപ്പെടുന്നത്? നമ്മുടെ കൊങ്കൺ തീരത്താണ് ഇത് കാണപ്പെടുന്നത്. നമുക്ക് പോവാം മലബാർ തീരത്തിലേക്ക്. മംഗലാപുരം മുതൽ കന്യാകുമാരി വരെ വ്യാപിച്ചിരിക്കുന്ന മലബാർ തീരത്തിന് ഏകദേശം 580 കിലോമീറ്റർ ദൈർഘ്യമാണുള്ളത്.
കൊങ്കൺ തീരത്തേക്കാൾ വീതി കൂടുതലാണ് ഈ തീരത്തിന്. അപ്പോൾ മംഗലാപുരം മുതൽ കന്യാകുമാരി വരെയാണ് മലബാർ തീരം വ്യാപിച്ചു കിടക്കുന്നത്. 580 കിലോമീറ്ററാണ് ദൈർഘ്യമുള്ളത്. ഇനി കൊങ്കൺ തീരത്തേക്കാൾ എന്ത് കൂടുതലുണ്ട്? വീതി കൂടുതലുണ്ട് ഈ തീരത്തിന്. മലബാർ തീരത്തിന് കൊങ്കൺ തീരത്തേക്കാൾ എന്താണ്? വീതി കൂടുതലാണ് കേട്ടോ, ഓർത്ത് വയ്ക്കുക. കൊങ്കൺ തീരത്തിനേക്കാട്ടിലും വീതി കൂടുതലാണ് ഇവിടെ മലബാർ തീരത്തിന്. ക്ലിഫുകൾ, കടൽ സ്തംഭങ്ങൾ, ബീച്ചുകൾ, അഴിമുഖങ്ങൾ, പൊഴികൾ തുടങ്ങി നിരവധി തീരഭൂരൂപങ്ങൾ മലബാർ തീരത്തും കാണാം. ഇവിടുത്തെ മറ്റൊരു സവിശേഷതയാണ് കായലുകൾ എന്ന് പറയുന്നത് കേട്ടോ. കായലുകൾ ഇവിടുത്തെ സവിശേഷതയാണ്, മലബാർ തീരത്തിലെ സവിശേഷതയാണ്. അത് ഏതിലാണ്? പടിഞ്ഞാറൻ തീര സമതലത്തിലാണ് കായലുകൾ എന്ന് പറഞ്ഞിട്ടുള്ള എന്താണ് സവിശേഷത കാണാൻ കഴിയുന്നത്. ഓർത്ത് വെക്കണേ, പടിഞ്ഞാറൻ തീര സമതലത്തിൻ്റെ പ്രത്യേകതയാണ് കായലുകൾ എന്ന് പറയുന്നത്. പടിഞ്ഞാറൻ തീര സമതലത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള മലബാർ തീരത്തിൻ്റെ പ്രത്യേകതയാണ് എന്ത് എന്ന് പറയുന്നത്? കായലുകൾ എന്ന് പറയുന്ന സവിശേഷത. വേമ്പനാട്ട് കായൽ ഇതിൽ എന്താണ്? പ്രധാനമാണ്. ഇവിടെ കായലുകളും തടാകങ്ങളും കനാലുകൾ വഴി ബന്ധിപ്പിച്ച് ജലഗതാഗതം സാധ്യമാക്കുന്നു. കോട്ടപ്പുറം മുതൽ കൊല്ലം വരെ ഇത്തരത്തിൽ ഗതാഗത യോഗ്യമാണ്. ഇന്ത്യയിലെ പ്രധാന ദേശീയ ജലപാതകളിൽ ഒന്നാണ് എന്ത്? നാഷണൽ വാട്ടർവേ 3 എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയാണ് നാഷണൽ വാട്ടർവേ 3 ഉണ്ടായിട്ടുള്ളത് അല്ലേ. ഇതിൽ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദേശീയ ജലപാത ഒന്നാണ് എന്ത് എന്ന് പറയുന്നത്? NW3 എന്ന് പറയുന്നത്. വർക്കല, ഏഴിമല, ബേക്കൽ തുടങ്ങിയ പ്രദേശങ്ങളിൽ തീരങ്ങൾ ഉയർന്നു കാണപ്പെടുന്നു. ഇവിടെ ക്ലിഫ് പോലുള്ള ഭൂരൂപങ്ങളും കാണാം. മുഴുപ്പിലങ്ങാട്, ചാവക്കാട്, കോവളം തുടങ്ങിയ ബീച്ചുകൾ ധാരാളം വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്നവയാണ്. ഇനി അവിടെ നമുക്കത് മാപ്പിലൊന്ന് നോക്കാം കേട്ടോ. ഇതാണ് മലബാർ തീരം എന്ന് പറയുന്നത്. എവിടേക്കാണ്? മംഗലാപുരം മുതൽ പിന്നെ എവിടെ വരെയാണ്? കന്യാകുമാരി വരെയാണ് മലബാർ തീരം എന്ത് ചെയ്തിരിക്കുന്നത്? വ്യാപിച്ച് കിടക്കുന്നത്. അപ്പോൾ ഈ മലബാർ തീരം വ്യാപിച്ച് ഏതൊക്കെ സംസ്ഥാനങ്ങളിലാണ് കിടക്കുന്നത് ചോദിച്ചാൽ അത് ഏതൊക്കെയാണ്? നമ്മുടെ കേരളം, പിന്നെ ഏതാണ്? കർണാടക, പിന്നെ തമിഴ്നാട്. ഇത്രയും പ്രദേശത്ത് എന്തുണ്ട്? മലബാർ തീരം വ്യാപിച്ച് കിടക്കുന്നുണ്ട് കേട്ടോ. തമിഴ്നാട് എന്ന് പറഞ്ഞാൽ കന്യാകുമാരി വരെയല്ലേ. അപ്പോൾ കേരളം, കർണാടക, തമിഴ്നാട് ഭാഗങ്ങളിലായിട്ടാണ് എന്താണ് സംസ്ഥാനങ്ങളിലായിട്ടാണ് മലബാർ തീരം എന്ത് ചെയ്യുന്നത്? വ്യാപിച്ച് കിടക്കുന്നത്. എഴുതി വെച്ചോണേ. ഇനി ഇതിൻ്റെ തീരദേശ ദൈർഘ്യം എത്രയായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്? 500 ആണ് അല്ലേ, 580 ആണ് അല്ലേ. 580 കിലോമീറ്റർ ആണ് മലബാർ തീരത്തിൻ്റെ ഏകദേശ ദൈർഘ്യം എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ വേറൊന്നും കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ്? കണ്ടോ, കൊങ്കൺ തീരത്ത് വീതി കുറവാണ്. ഇവിടെ കണ്ടോ, വീതി എന്താണ്? കൂടുതലാണ്. ഇവിടെ കായലുകളെല്ലാം കാണപ്പെടുന്നില്ലേ? അഴിമുഖങ്ങൾ, കായലുകൾ, ഇതെല്ലാം എല്ലാം കാണപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് എന്ത്? മലബാർ തീരത്തിന് വീതി വളരെയധികം കൊങ്കൺ തീരത്തെ അപേക്ഷിച്ചിട്ട് കൂടുതലാണ്. ഈ മലബാർ തീരത്തെ ഏറ്റവും വലിയ കായലും കൂടെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വേമ്പനാട്ട് കായൽ എന്നല്ലേ. അപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞത്? മംഗലാപുരം മുതൽ കന്യാകുമാരി വരെ വ്യാപിച്ചിരിക്കുന്ന മലബാർ തീരത്തിന് എത്രയുണ്ട്? ഏകദേശം 580 കിലോമീറ്റർ ദൈർഘ്യമുണ്ട്. കൊങ്കൺ തീരത്തേക്കാൾ വീതി കൂടുതലാണ് ഈ തീരത്തിന്. മറക്കരുത്, കൊങ്കൺ തീരത്തേക്കാൾ വീതി കൂടുതലാണ് മലബാർ തീരത്തിന്. പിന്നെന്താണ്? ക്ലിഫുകൾ, കടൽ സ്തംഭങ്ങൾ, ബീച്ചുകൾ, അഴിമുഖങ്ങൾ, പൊഴികൾ തുടങ്ങി നിരവധി ഭൂരൂപങ്ങൾ മലബാർ തീരത്ത് കാണാം. അതിൽ പ്രത്യേകത എന്താണ്? കായലുകളാണ് ഇവിടുത്തെ സവിശേഷത എന്ന് പറയുന്നത്. ഇത് പടിഞ്ഞാറൻ തീരസമതലത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള മലബാർ തീരത്തിൻ്റെ സവിശേഷതയാണ് എന്തെന്ന് പറയുന്നത്? കായലുകൾ. ഇനി വേമ്പനാട്ട് കായലാണ് ഇതിൽ പ്രധാനമായിട്ടുള്ളത്. ഇവിടെ കായലുകളും തടാകങ്ങളും കനാലുകൾ വഴി ബന്ധിപ്പിച്ച് ജലഗതാഗതം സാധ്യമാക്കുന്നുണ്ട്. അത്തരത്തിൽ ഉള്ളൊരു ദേശീയ വാട്ടർവേ ഏതാണ്? NW3 ആണ് അല്ലേ. കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള നാഷണൽ വാട്ടർവേ 3 ആണ്. പിന്നെന്താണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്? വർക്കല, ഏഴിമല, ബേക്കൽ തുടങ്ങിയ പ്രദേശങ്ങളിൽ എന്താണ്? തീരങ്ങൾ ഉയർന്നിട്ട് അവിടെ ക്ലിഫ് പോലുള്ള ഭൂരൂപങ്ങൾ നമുക്ക് കാണാമെന്നാണ് പറയുന്നത്. പിന്നെ അവിടെ എന്താണ്? വിനോദസഞ്ചാരികളെ ആകർഷിക്കാൻ വേണ്ടിയിട്ടുള്ള മുഴുപ്പിലങ്ങാട്, ചാവക്കാട്, കോവളം തുടങ്ങിയ ബീച്ചുകളൊക്കെ എന്താണ്? അവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട്. പൊതുവെ തീരപ്രദേശത്തെ തണ്ണീർത്തടങ്ങളും കായലുകളും ദേശാടന പക്ഷികളുടെ പ്രജനന കേന്ദ്രങ്ങളാണ്. കടലുണ്ടി, കുമരകം, പാതിരാമണൽ തുടങ്ങിയ പക്ഷി സങ്കേതങ്ങൾ ദേശാടന പക്ഷികൾക്ക് എന്താണ്? സംരക്ഷണം നൽകുന്ന ഇടങ്ങളാണ്. അപ്പോൾ മലബാർ തീരത്തെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ എന്താണ്? അവിടുത്തെ എന്താണ്? തണ്ണീർത്തടങ്ങളും കായലുകളും എന്താണ്? ദേശാടന പക്ഷികളുടെ പ്രജനന കേന്ദ്രങ്ങളാണ്. കടലുണ്ടി, കുമരകം, പാതിരാമണൽ തുടങ്ങിയ പക്ഷി സങ്കേതങ്ങൾ എന്താണ്? ദേശാടന പക്ഷികൾക്കൊക്കെ സംരക്ഷണം നൽകുന്ന ഇടങ്ങളാണ്. നാഞ്ചിനാടും കുട്ടനാടും കോൾ നിലയങ്ങളും അടങ്ങുന്ന നെല്ലറകളും നീണ്ടകര, മുനമ്പം, പൊന്നാനി, ബേപ്പൂർ തുടങ്ങിയ മത്സ്യബന്ധന ഹാർബറുകളും തീരദേശ ജനതയുടെ സാമ്പത്തിക പ്രവർത്തന കേന്ദ്രങ്ങളാണ്. നമ്മുടെ കേരളം ഉൾപ്പെടുന്നത് കൊണ്ട് ഇതെല്ലാം ഇതിൽ ഉൾപ്പെടുന്നുണ്ട്.
പടിഞ്ഞാറൻ തീരസമതലത്തിൻ്റെ സ്ഥാനം, വ്യാപ്തി, ഉപവിഭാഗങ്ങൾ, ഭൂമിശാസ്ത്ര സവിശേഷതകൾ എന്നിവയെല്ലാം ചർച്ച ചെയ്തല്ലോ. ഇനി നമുക്ക് കിഴക്കൻ തീരസമതലത്തിൻ്റെ സവിശേഷതകൾ എന്തെല്ലാമെന്ന് നോക്കാം. ഇനി കിഴക്കൻ തീരസമതലമാണ് നോക്കാൻ പോകുന്നത്. അതിനു മുമ്പ് പടിഞ്ഞാറൻ തീരസമതലം നമ്മൾ പറഞ്ഞില്ലേ എങ്ങനെയാണ് 3 ഭാഗങ്ങളായിട്ട് തിരിച്ച്. പടിഞ്ഞാറൻ തീരസമതലം എങ്ങനെയായിരുന്നു? ഉപദ്വീപീയ പീഠഭൂമിക്കും അറബിക്കടലിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഇടുങ്ങിയ ഭൂപ്രദേശമാണ് എന്തെന്ന് പറയുന്നത്? പടിഞ്ഞാറൻ തീരസമതലം എന്ന് പറയുന്നത് അല്ലേ. എവിടം തൊട്ടായിരുന്നു? ഗുജറാത്തിലെ കച്ച് മുതൽ കന്യാകുമാരി വരെയാണ് എന്ത് സ്ഥിതി ചെയ്യുന്നത്? പടിഞ്ഞാറൻ തീരസമതലം വ്യാപിച്ച് കിടന്നിട്ടുണ്ടായിരുന്നത് അല്ലേ. എത്രയുണ്ടായിരുന്നു? 1840 കിലോമീറ്ററോളം ആണ് അതിൻ്റെ ഏകദേശ നീളം എന്ന് പറയുന്നത് അല്ലേ. 3ആയിട്ട് തരം തിരിച്ചിട്ടുണ്ടായിരുന്നു. ഏതൊക്കെയാണ്? നമ്മുടെ ഗുജറാത്ത് തീരസമതലം, കൊങ്കൺ തീരസമതലം, മലബാർ അല്ലേ. ഗുജറാത്ത്, പിന്നെന്താണ്? കൊങ്കൺ, പിന്നെ മലബാർ തീരം അല്ലേ. കൊങ്കൺ തീരത്തിനെ അപേക്ഷിച്ചിട്ട് മലബാർ തീരത്തിന് എന്താണ് വീതി കൂടുതലാണ്. പിന്നെന്താണ്? കായലുകൾ മലബാർ തീരത്ത്. നമുക്ക് മലബാർ തീരമാണ് പലപ്പോഴും ചോദിച്ചു കണ്ടിട്ടുള്ളത് കേട്ടോ. മലബാർ തീരത്തിലെ കായലുകൾ ഒരു പ്രത്യേകതയായിട്ട് വരുന്നുണ്ട് അല്ലേ. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്താണ് ചെറിയൊരു ഷോർട്ട് നോട്ടാക്കിയിട്ട് എഴുതുക കേട്ടോ. ഓരോന്നിൻ്റെയും ചെറിയ ചെറിയ ഷോർട്ടാക്കിയിട്ട് എഴുതിയിട്ട് റിവിഷൻ സമയത്ത് നന്നായിട്ട് പഠിക്കുക കേട്ടോ. ഇനി നമുക്ക് കിഴക്കൻ തീരസമതലത്തേക്ക് പോവാം. പൂർവ്വഘട്ടത്തിനും ബംഗാൾ ഉൾക്കടലിനും മധ്യേ സ്ഥിതി ചെയ്യുന്ന താരതമ്യേന വീതി കൂടിയ തീരസമതലമാണ് കിഴക്കൻ തീരസമതലം. പൂർവ്വഘട്ടത്തിനും ബംഗാൾ ഉൾക്കടലിനും ഇടയിലാണ് എന്ത് സ്ഥിതി ചെയ്യുന്നത്? കിഴക്കൻ തീരസമതലം സ്ഥിതി ചെയ്യുന്നത്. നോട്ട് ചെയ്ത് വയ്ക്കുക. എന്താണ്? കിഴക്കൻ തീരസമതലത്തിന് എന്താണ്? താരതമ്യേന വീതി കൂടുതലാണ്. വീതി കൂടുതൽ ഏതിലാണ്? കിഴക്കൻ തീരസമതലത്തിനാണ് വീതി കൂടുതൽ. മനസ്സിലാവുന്നുണ്ടോ? കിഴക്കൻ തീരസമതലത്തിന് വീതി കൂടുതലാണ്. കിഴക്കൻ അറിഞ്ഞില്ലേ? മഹാനദി ഡെൽറ്റ പ്രദേശം മുതൽ കന്യാകുമാരി വരെ ഏകദേശം 1800 കിലോമീറ്റർ നീളമുള്ള കിഴക്കൻ തീരസമതലം മഹാനദി, കൃഷ്ണ, ഗോദാവരി, കാവേരി എന്നീ ഉപദ്വീപീയ നദികളുടെ നിക്ഷേപണ ഫലമായി രൂപപ്പെട്ടതാണ്. ഏതൊക്കെ നദികളുടെ നിക്ഷേപണ ഫലമായിട്ടാണ് രൂപപ്പെട്ടിട്ടുള്ളത്? മഹാനദി, കൃഷ്ണ, ഗോദാവരി, കാവേരി. 4 ഉപദ്വീപീയ നദികളുടെ നിക്ഷേപണ ഫലമായിട്ട് രൂപം കൊണ്ടത് ഏതാണ്? കിഴക്കൻ തീരസമതലമാണ് കേട്ടോ. കിഴക്കൻ തീരസമതലം എഴുതി വെച്ചേക്കണേ. ഇതൊരു ഉയർത്തപ്പെട്ട തീരമാണ്. ഉയർത്തപ്പെട്ട തീരമാണ്. മഹാനദി, കൃഷ്ണ, ഗോദാവരി, കാവേരി എന്നീ നദികളുടെ ഡെൽറ്റകൾ ഉൾപ്പെട്ടതാണ് ഈ തീരസമതലം എന്ന് പറയുന്നത്. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ എന്തിനൊക്കെ ഇടയിൽ എന്നാണ് പറഞ്ഞത്? പൂർവ്വഘട്ടത്തിനും ബംഗാൾ ഉൾക്കടലിനും. എങ്ങനെ പൂർവ്വഘട്ടം വരുന്നത്? ഇങ്ങനെയാണ് പൂർവ്വഘട്ടം പോകുന്നത്. അപ്പോൾ പൂർവ്വഘട്ടത്തിനും ബംഗാൾ ഉൾക്കടലിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്നത് ഏതാണ്? നമ്മളുടെ കിഴക്കൻ തീരമാണ് അല്ലേ. കിഴക്കൻ തീരസമതലമാണ് സ്ഥിതി ചെയ്യുന്നത്. ഒന്നും കൂടെ പറയാം. പൂർവ്വഘട്ടത്തിനും ബംഗാൾ ഉൾക്കടലിനും സ്ഥിതി ചെയ്യുന്ന താരതമ്യേന വീതി കൂടിയ തീരസമതലം ഏതാണ്? കിഴക്കൻ തീരസമതലമാണെന്ന് ഓർത്തിരിക്കുക. ഇനി കിഴക്കൻ തീരസമതലത്തെ 2ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണത്? വടക്കൻ സിർക്കാർസസ് തീരം എന്നും കൊറമാൻഡൽ തീരം എന്നുമാണ്. നമുക്കതിലേക്ക് പോവാം. വടക്കൻ സിർക്കാർ തീരം മഹാനദി ഡെൽറ്റ മുതൽ കൃഷ്ണ ഡെൽറ്റ വരെ വ്യാപിച്ചിരിക്കുന്ന തീരസമതല ഭാഗമാണ് ഏത് എന്ന് പറയുന്നത്? വടക്കൻ സിർക്കാർ തീരം എന്ന് പറയുന്നത്. ഒഡീഷ, ആന്ധ്രാപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളുടെ തീരദേശം ഇതിൽ ഉൾപ്പെടുന്നു. ഒഡീഷയുടെയും ആന്ധ്രാപ്രദേശത്തിൻ്റെയും തീരദേശം എവിടെ ഉൾപ്പെടുന്നു? വടക്കൻ സിർക്കാറിൽ ഉൾപ്പെടുന്നു. ഒഡീഷയിൽ ഇത് ഉത്കൽ സമതലം എന്നും ആന്ധ്രാപ്രദേശിൽ ആന്ധ്ര സമതലം എന്നുമാണ് അറിയപ്പെടുന്നത്. ഒഡീഷയിൽ എങ്ങനെയാണ് അറിയപ്പെടുന്നത്? ഉത്കൽ സമതലം എന്നാണ് വടക്കൻ സിർക്കാർ അറിയപ്പെടുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഒഡീഷയിൽ വടക്കൻ സിർക്കാർ അറിയപ്പെടുന്നത് എങ്ങനെയാണ്? ഉത്കൽ സമതലം എന്നും ആന്ധ്രാപ്രദേശിലാണെങ്കിൽ ആന്ധ്ര സമതലം എന്നും അറിയപ്പെടുന്നു. മുഖ്യമായും മഹാനദി, ഗോദാവരി, കൃഷ്ണ എന്നീ നദികളുടെ ഡെൽറ്റ നിക്ഷേപങ്ങൾ ഉൾപ്പെട്ടതാണ് ഈ സമതല ഭാഗം എന്ന് പറയുന്നത്. ഏതിൻ്റെയൊക്കെയാണ്? മഹാനദി, ഗോദാവരി, കൃഷ്ണ എന്നീ നദികളുടെ ഡെൽറ്റ നിക്ഷേപങ്ങൾ ഉൾപ്പെട്ടതാണ് വടക്കൻ സിർക്കാർ സമതല ഭാഗം എന്ന് പറയുന്നത്. മഹാനദി ഡെൽറ്റയ്ക്ക് തെക്കായി സ്ഥിതി ചെയ്യുന്ന ചിൽക്ക തടാകം ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാകങ്ങളിൽ ഒന്നാണ്. ശരിയല്ലേ? ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാകം ഏതാണ്? ചിൽക്ക തടാകം ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാകങ്ങളിൽ ഒന്നാണ്. ആന്ധ്രയിലെ കൊല്ലേരു തടാകമാണ് കിഴക്കൻ തീരത്തെ മറ്റൊരു പ്രധാന തടാകം എന്ന് പറയുന്നത്. ആന്ധ്രയിലെ കൊല്ലേരു തടാകമാണ് കിഴക്കൻ തീരത്തെ മറ്റൊരു പ്രധാന തടാകം എന്ന് പറയുന്നത്. പശ്ചിമ തീരത്തെ അപേക്ഷിച്ച് കിഴക്കൻ തീരത്ത് തുറമുഖങ്ങൾ കുറവാണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ എന്താണ്? പടിഞ്ഞാറൻ തീരസമതലത്തിൽ തുറമുഖങ്ങൾ ഉണ്ട്. തുറമുഖങ്ങൾ, ക്ലിഫ് എല്ലാം അടങ്ങിയിട്ടുണ്ട്. അവിടുത്തെ പടിഞ്ഞാറൻ തീരസമതലത്തെ മലബാർ തീരസമതലത്തിൽ വരുമ്പോൾ എന്താണ്? കായലുകളും പിന്നെ തുറമുഖങ്ങളും കൊങ്കൺ തീരത്ത് എന്താണ്? ഹാർബറുകളും തുറമുഖങ്ങളും ഒക്കെ കാണപ്പെടുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ എന്താണ് പറഞ്ഞത്? ഇവിടെ കിഴക്കൻ തീരത്ത് എന്താണ്? തുറമുഖങ്ങൾ കമ്മിയാണ്. വടക്കൻ സർക്കാരിൽ എന്താണ്? തുറമുഖങ്ങൾ വളരെയധികം കുറവാണ്.
വിശാഖപട്ടണവും മസൂലിപട്ടണവുമാണ് പ്രധാന തുറമുഖങ്ങൾ എന്ന് പറയുന്നത്. ഇവിടെ ഏതൊക്കെയാണ്? വിശാഖപട്ടണവും മസൂലിപട്ടണവുമാണ് വടക്കൻ സിർക്കാസിലേക്ക് വരുമ്പോൾ തുറമുഖങ്ങളായിട്ട് പറയുന്നത്. അതൊന്നും അറിഞ്ഞില്ലേലും ഈ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞ പോയിന്റുകളൊക്കെ ഷോർട്ട് ചെയ്ത് വെക്കാം കേട്ടോ. ഇതൊന്നും വലിയ കുഴപ്പമില്ലാത്തതാണ്, ഇതൊന്നും അങ്ങനെ ചോദിച്ചു കണ്ടിട്ടില്ല. അപ്പോൾ ഒന്നും കൂടെ പറയാം എന്തൊക്കെയാണ് പറഞ്ഞത്. മഹാനദി ഡെൽറ്റ മുതൽ കൃഷ്ണ ഡെൽറ്റ വരെ വ്യാപിച്ചിരിക്കുന്ന തീരസമതല ഭാഗമാണ് ഏതെന്ന് പറയുന്നത് വടക്കൻ സർക്കാർ തീരം. ഒഡീഷ, ആന്ധ്രാപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളുടെ തീരദേശമാണ് ഇതിൽ ഉൾപ്പെടുന്നത്. നോട്ട് ചെയ്ത് വെക്കണേ. ഒഡീഷ, ആന്ധ്രാപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളുടെ തീരദേശമാണ് വടക്കൻ സർക്കാർ തീരത്തിൽ ഉൾപ്പെടുന്നത്. ഒഡീഷയിൽ ഏത് പേരിൽ അറിയപ്പെടുന്നു? ഉത്കൽ സമതലം എന്ന പേരിലും, ആന്ധ്രാപ്രദേശിലാണെങ്കിൽ ഇത് ആന്ധ്ര സമതലം എന്ന പേരിലും അറിയപ്പെടുന്നു. ഏതൊക്കെ നദികളുടെ ഡെൽറ്റ നിക്ഷേപ ഫലമായിട്ടാണ് ഉണ്ടായത്? മഹാനദി, ഗോദാവരി, കൃഷ്ണ എന്നീ നദികളുടെ ഡെൽറ്റ നിക്ഷേപങ്ങൾ ഉൾപ്പെട്ടതാണ് ഏത് സമതലം? വടക്കൻ സർക്കാർ തീരം എന്ന് പറയുന്നത്. മഹാനദി ഡെൽറ്റയ്ക്ക് തെക്കായി സ്ഥിതി ചെയ്യുന്ന ചിൽക്ക തടാകം ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാകങ്ങളിൽ. അപ്പോൾ വടക്കൻ സർക്കാരിൽ ഏതൊക്കെ കാണപ്പെടുന്നുണ്ട്? ചിൽക്ക നദീ തടാകം, പിന്നെ ചിൽക്ക തടാകം, പിന്നെ ഏതാണ്? കൊല്ലേരു തടാകം. പിന്നെ എന്താണ്? ഇവിടെ തുറമുഖങ്ങൾ കുറവാണ്. ഏതൊക്കെയാണ് പ്രധാനമായിട്ടും കാണപ്പെടുന്നത്? വിശാഖപട്ടണം തുറമുഖവും മസൂലിപട്ടണവുമാണ് ഇവിടെ കാണുന്നത് വടക്കൻ സർക്കാർ തീരത്തിൽ കാണപ്പെടുന്നത്. പിന്നെ നമുക്ക് കൊറമാൻഡൽ തീരത്തിലേക്ക് പോയാലോ? അത് കഴിഞ്ഞില്ല കേട്ടോ, ഇനിയുണ്ട്. ശ്രീകാകുളം, ഈസ്റ്റ് ഗോദാവരി, വെസ്റ്റ് ഗോദാവരി തുടങ്ങിയ നെല്ലറകളും വിശാഖപട്ടണം, മസൂലിപട്ടണം തുടങ്ങിയ മത്സ്യബന്ധന തുറമുഖങ്ങളും തീരജനതയുടെ സാമ്പത്തിക പ്രവർത്തന കേന്ദ്രങ്ങളായിട്ടാണ് ഇവിടെ നിലകൊള്ളുന്നത്. അപ്പോൾ ഇവിടുത്തെ ജനങ്ങളുടെ സാമ്പത്തിക പ്രവർത്തനങ്ങളായി നിലകൊള്ളുന്നത് ഏതൊക്കെയാണ്? ശ്രീകാകുളം, ഈസ്റ്റ് ഗോദാവരി, വെസ്റ്റ് ഗോദാവരി തുടങ്ങിയ നെല്ലറകളും വിശാഖപട്ടണം, മസൂലിപട്ടണം തുടങ്ങിയിട്ടുള്ള മത്സ്യബന്ധന തുറമുഖങ്ങളുമാണ് ആ തീരജനതയുടെ സാമ്പത്തിക പ്രവർത്തന കേന്ദ്രങ്ങളായിട്ട് നിലകൊള്ളുന്നത്. നമുക്ക് പോകാം കൊറമാൻഡൽ തീരത്തിലേക്ക്. കൃഷ്ണ നദി ഡെൽറ്റ മുതൽ കന്യാകുമാരി വരെ നീളുന്ന തീരസമതലമാണ് കൊറമാൻഡൽ തീരം എന്ന് പറയുന്നത്. കാവേരി നദി ഡെൽറ്റയും ഈ തീരസമതലത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ കൃഷ്ണ നദി മുതൽ കന്യാകുമാരി വരെ നീളുന്ന തീരസമതലമാണ് കൊറമാൻഡൽ തീരം എന്ന് പറയുന്നത്. കാവേരി നദി ഡെൽറ്റയും എന്ത് തന്നെയാണ്? കൊറമാൻഡൽ തീരസമതലത്തിൻ്റെ ഭാഗമാണ്. ഈ പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന ഫലഭൂയിഷ്ഠമായ ഡെൽറ്റ എക്കൽ മണ്ണ് കൊറമാൻഡൽ തീരസമതലത്തെ നെൽകൃഷിക്ക് അനുയോജ്യമാക്കുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ഈ പ്രദേശങ്ങളിൽ ഏതാണ് കാണപ്പെടുന്നത്? എക്കൽ മണ്ണാണ്. അതുകൊണ്ട് എന്താണ്? നെൽകൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള മണ്ണ് ഏതാണ്? എക്കൽ മണ്ണ്. അപ്പോൾ എന്താണ്? അവിടെ തീരസമതലത്തെ നെൽകൃഷിക്ക് അനുയോജ്യമാക്കുന്നുണ്ട്. കൊറമാൻഡൽ തീരത്തെ ഒരു പ്രധാന തടാകം ഏതാണ്? പുലിക്കെട്ട് തടാകമാണ് കേട്ടോ. ഇതിൽ പുലിക്കാട്ട് എന്നാണ് കൊടുത്തിരിക്കുന്നത്, പുലിക്കെട്ട് എന്നാണ് കേട്ടോ. ഇത് മുന്നേ പഠിച്ചിട്ടുള്ളത് പുലിക്കെട്ട് തടാകം എന്നാണ്, ഇതിൽ പുലിക്കാട്ട് എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ കൊറമാൻഡൽ തീരത്തെ ഒരു പ്രധാന തടാകം ഏതാണ്? പുലിക്കെട്ട് തടാകം. പുലിക്കെട്ട് തടാകത്തിൻ്റെ തീരത്താണ് ഇന്ത്യയുടെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രമായിട്ടുള്ള ഏത് സ്ഥിതി ചെയ്യുന്നത്? ശ്രീഹരിക്കോട്ട സ്ഥിതി ചെയ്യുന്നത്. പുലിക്കെട്ട് തടാകം, പോയിന്റ് കാലിമർ എന്നീ പക്ഷി സങ്കേതങ്ങൾ, പിച്ചവാരം കണ്ടൽക്കാടുകൾ തുടങ്ങിയവ ഈ തീരസമതലത്തിലെ ജൈവ വൈവിധ്യ സംരക്ഷണ കേന്ദ്രങ്ങളാണ്. അപ്പോൾ കൊറമാൻഡൽ തീരത്തെ ജൈവ വൈവിധ്യ സംരക്ഷണ കേന്ദ്രങ്ങൾ ഏതൊക്കെയാണ്? പുലിക്കെട്ട് തടാകം, പിന്നെന്താണ്? പോയിന്റ് കാലിമർ പക്ഷി സങ്കേതം, അത് തമിഴ്നാടാണ് കേട്ടോ. പോയിന്റ് കാലിമർ പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാടാണ്. പിന്നെന്താണ്? തമിഴ്നാടുള്ള പിച്ചവാരം കണ്ടൽക്കാടുകൾ. ഇതെല്ലാം ഏതാണ്? ഈ തീരസമതലത്തിലെ ജൈവ വൈവിധ്യ സംരക്ഷണ കേന്ദ്രങ്ങളാണ്. ഇവിടുത്തെ പ്രധാന മത്സ്യബന്ധന ഹാർബറുകൾ ഏതൊക്കെയാണ്? നാഗപട്ടണവും കടലൂരുമാണ് കേട്ടോ. പിന്നെ ചെന്നൈ തീരത്തെ മറീന ബീച്ച് പ്രസിദ്ധമായ വിനോദസഞ്ചാര കേന്ദ്രമാണ്. ചെന്നൈ മറീന ബീച്ച് ഏതിലാണ് വരുന്നത്? കൊറമാൻഡൽ തീരത്തിലാണ് ചെന്നൈ മറീന ബീച്ച് ഉൾപ്പെടുന്നത് കേട്ടോ. അവിടുത്തെ പ്രധാന മത്സ്യബന്ധന ഹാർബർ ഏതൊക്കെയാണ്? നാഗപട്ടണം, കടലൂർ മുതലായവയാണ്. അപ്പോൾ ഈ ഇത്രയും ഭാഗത്ത് നമ്മൾ എന്താണ് പഠിച്ചിരിക്കുന്നത്? നമ്മുടെ തീരസമതലത്തെ ഇങ്ങനെ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ് തിരിച്ചിരിക്കുന്നത്? പടിഞ്ഞാറൻ എന്നും പിന്നെ എങ്ങനെയാണ് കിഴക്കൻ തീരസമതലം എന്നും തിരിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ് പടിഞ്ഞാറൻ തീരസമതലം ഉൾപ്പെടുന്നത്? വീണ്ടും തിരിച്ചിട്ടില്ല. അത് ഏതൊക്കെയാണ്? ഓർമ്മ വരുന്നുണ്ടോ? ഏതൊക്കെയാണ്? ഗുജറാത്ത്, പിന്നെ ഏതാണ്? കൊങ്കൺ, പിന്നെ മലബാർ തീരം. ഇത്രയുമാണ് ഏതിൽ വരുന്നത്? പടിഞ്ഞാറൻ തീരസമതലത്തിൽ വരുന്നത്. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പടിഞ്ഞാറൻ തീരസമതലത്തിൻ്റെ സ്ഥാനം എന്ന് പറയുന്നത്. ഏതിൻ്റെയൊക്കെ ഇടയ്ക്കാണ്? ഉപദ്വീപീയ പീഠഭൂമിക്കും അറബിക്കടലിനും ഇടയ്ക്ക് സ്ഥിതി ചെയ്യുന്ന ഇടുങ്ങിയ പ്രദേശത്തെ എന്ത് പറയുന്നു? പടിഞ്ഞാറൻ തീരസമതലം എന്ന് പറയുന്നു. എഴുതി വെച്ചിട്ടില്ലേ? എവിടം തൊട്ടാണ്? ഗുജറാത്തിലെ കച്ച് മുതൽ കന്യാകുമാരി വരെയാണ് പടിഞ്ഞാറൻ തീരസമതലം കിടക്കുന്നത് കേട്ടോ. പിന്നെ അതിൻ്റെ നീളമൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, 1840. വീതി എത്രയാണ്? 10 km-നും 10 കിലോമീറ്ററിനും 15 കിലോമീറ്ററിനും ഇടയിലൊക്കെയാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾ പോസ് ചെയ്ത് വെച്ചിട്ട് ഷോർട്ട് നോട്ടാക്കിയിട്ട് എഴുതുക കേട്ടോ. ഇത് മിസ്സാക്കാൻ പാടില്ലാത്തതാണ് കേട്ടോ. ഈ പടിഞ്ഞാറൻ തീരസമതലവും കിഴക്കൻ തീരസമതലവും തമ്മിലുള്ള ഒരു കമ്പാരിസൺ ആണ് കേട്ടോ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ വരിക.
ഇപ്പോൾ താഴെ തന്നിരിക്കുന്നതിൽ കിഴക്കൻ തീരസമതലത്തിൻ്റെ ബന്ധമുള്ളത് ഏത് അല്ലെങ്കിൽ ബന്ധമില്ലാത്തത് ഏത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് വരിക. അപ്പം നമ്മൾ അതിൽ ഉൾപ്പെട്ടിരിക്കുന്ന ആ 3 തീരസമതലവും പിന്നെ കിഴക്കൻ തീരസമതലത്തിലുള്ള കൊറമാൻഡലും വടക്കൻ സിർക്കാസസ് അതിൻ്റെയും കാര്യങ്ങൾ എന്ത് വേണം നമ്മൾ അറിഞ്ഞിരിക്കണം. എന്നാൽ മാത്രമാണ് നമുക്കത് കിട്ടുകയുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അതൊക്കെ പോസ് ചെയ്ത് വെച്ചിട്ട് എഴുതി വെക്കട്ടെ. ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. പിന്നെ നമ്മൾ എന്താണ് പറഞ്ഞിരിക്കുന്നത്, ഗുജറാത്ത് തീരത്തിൻ്റെ കാര്യമൊക്കെ നമ്മൾ പറഞ്ഞു അല്ലേ. എന്താണ് പറഞ്ഞത്, റാൻ ഓഫ് കച്ച് ചതുപ്പ് പ്രദേശവും പിന്നെ സൗരാഷ്ട്ര മേഖലകളുടെ തീരപ്രദേശമൊക്കെ ഉൾപ്പെടുന്നതാണ് ഗുജറാത്ത് തീരസമതലം എന്ന് പറഞ്ഞു അല്ലേ. പിന്നെ നമ്മൾ നേരെ കൊങ്കണിലേക്ക് പോയില്ലേ. ഗുജറാത്ത് തീരസമതലത്തിന് തെക്ക് ദമൻ മുതൽ ഗോവ വരെ വ്യാപിച്ചിരിക്കുന്നൊരു തീരസമതല പ്രദേശമാണ് കൊങ്കൺ എന്നൊക്കെ പറഞ്ഞു. നമ്മൾ അതിൻ്റെ നീളവും എല്ലാം നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു അല്ലേ. ഇനി ഞാൻ അതിലേക്ക് പോകണ്ടല്ലോ. കൊങ്കൺ തീരം അത് കഴിഞ്ഞിട്ട് നമ്മൾ ഏതിലേക്കാണ് നോക്കിയത്, മലബാർ തീരം നോക്കിയില്ലേ. മംഗലാപുരം മുതൽ കന്യാകുമാരി വരെ വ്യാപിച്ചിരിക്കുന്ന മലബാർ തീരത്തിന് 580 കിലോമീറ്റർ ദൈർഘ്യമുണ്ട്. അവിടെ എന്തൊക്കെയാണ് പ്രത്യേകത, എന്തൊക്കെയാണ് കാണപ്പെടുന്നത് നമ്മൾ നോക്കിയിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ മോക്ക് ടെസ്റ്റ് ഇടുന്ന സമയത്ത് ഞാൻ കറക്റ്റായിട്ട് ഇതെങ്ങനെയാണ് ഇതിൻ്റെ ക്വസ്റ്റ്യൻ വരുന്നതെന്ന് നമുക്ക് നോക്കാം കേട്ടോ. നമുക്ക് അടുത്തതിലേക്ക് പോവാം. ഞാൻ ഈ പറയുന്നതിൽ ചില സ്പെല്ലിംഗ് മിസ്റ്റേക്കുകൾ ഉണ്ടാവും. പിന്നെ എഡിറ്റ് ചെയ്യണ സമയത്ത് ചിലപ്പോൾ അങ്ങോട്ടോ ജസ്റ്റ് ഒന്ന് മാറിപ്പോട്ടോ. കാരണം ഞാനിത് ഒറ്റയടിക്ക് എടുക്കുന്ന വീഡിയോ അല്ല. എൻ്റെ ടൈമിനനുസരിച്ചിട്ട് ഞാൻ ടൈം ഡിവൈഡ് ചെയ്തിട്ട് ഞാൻ ടൈം കിട്ടുമ്പോഴൊക്കെ എടുത്ത് വയ്ക്കുന്ന വീഡിയോസാണ് കേട്ടോ. അത് ഞാൻ പഠിക്കുന്ന വീഡിയോസാണ്. അതാണ് ഞാൻ ആഡ് ചെയ്തിട്ട് ഞാൻ ഒരു വീഡിയോ ആക്കിയിട്ട് ഇടുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ ഇതുണ്ടാവും. നിങ്ങൾക്ക് കണ്ടൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ നന്നായിട്ട് നിങ്ങളുടെ രീതിയിൽ നോട്ട് പ്രിപ്പയർ ചെയ്തിട്ട് നന്നായിട്ട് പഠിക്കുക. പിന്നെ എൻ്റെ ഭാഗത്തു നിന്ന് നിങ്ങൾക്ക് ഞാൻ മോക്ക് ടെസ്റ്റ് ആക്കിയിട്ടായിരിക്കും തരാൻ പോകുന്നത് കേട്ടോ. ഇതിൻ്റെ എല്ലാം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു മോക്ക് ടെസ്റ്റ് ഞാൻ ഇന്നലെ ഇട്ടിട്ടുണ്ട്. ഇതുവരെ പഠിച്ചതിനുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഇട്ടിട്ട് എല്ലാവരും അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇതേപോലെ 2 ആഴ്ച കഴിഞ്ഞിട്ട് നമുക്ക് പഠിച്ചതെല്ലാം കൂടെ ഒന്ന് റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അതുവരെയുള്ളത് മോക്ക് ടെസ്റ്റ് ഇടുമ്പോൾ ഞാൻ ഇതും കൂടെ ഉൾപ്പെടുത്താം കേട്ടോ. നമ്മളിടുന്ന എല്ലാ SCRT ചാപ്റ്ററിനും ക്വസ്റ്റ്യന് ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കാവേ. അപ്പം പിന്നെ നമുക്ക് അടുത്തതിലേക്ക് പോവാം. ദ്വീപുകൾ കേട്ടോ. എന്താണ് ദ്വീപുകൾ എന്ന് പറയുന്നത്? തീരത്തോടടുത്ത് കാണപ്പെടുന്ന ചെറുദ്വീപുകളെ കൂടാതെ പ്രധാന 2 ദ്വീപ സമൂഹങ്ങൾ കൂടി ഇന്ത്യക്ക് ഭാഗമായിട്ടുണ്ട്. ഏതൊക്കെയാണത്? ലക്ഷദ്വീപും ഉണ്ട്, പിന്നെ ആൻഡമാൻ നിക്കോബാറും ഉണ്ട് അല്ലേ. ആൻഡമാൻ നിക്കോബാർ എവിടെ കാണുന്നു? ബംഗാൾ ഉൾക്കടലിൽ. ലക്ഷദ്വീപ് അറബിക്കടലിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ. നമുക്ക് നേരെ നോക്കാം. അറബിക്കടലിലും ബംഗാൾ ഉൾക്കടലിലുമായി സ്ഥിതി ചെയ്യുന്ന ദ്വീപ സമൂഹങ്ങൾ ഏതെല്ലാം എന്നത് കണ്ടെത്തിയില്ലേ. അവയുടെ സവിശേഷതകളാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. നമുക്ക് ആദ്യം നോക്കാം ലക്ഷദ്വീപിൻ്റെ. കേരള തീരത്തു നിന്നും ഏകദേശം 280 മുതൽ 480 കിലോമീറ്റർ വരെ മാറി അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ലക്ഷദ്വീപുകൾ പവിഴപ്പുറ്റുകളാൽ രൂപപ്പെട്ടവയാണ്. ഈ ദ്വീപുകൾക്ക് പൊതുവെ സമുദ്രനിരപ്പിൽ നിന്നും ഏതാനും മീറ്ററുകൾ മാത്രമേ ഉയരമുള്ളൂ. അപ്പോൾ ഇവിടുന്ന് എത്ര ദൂരമുണ്ട്? 280 മുതൽ 480 കിലോമീറ്റർ വരെ മാറി അറബിക്കടലിലാണ് സ്ഥിതി ചെയ്യുന്നത്? ലക്ഷദ്വീപ് സ്ഥിതി ചെയ്യുന്നത്. 36 ദ്വീപുകൾ ഉൾപ്പെടുന്ന ഈ ദ്വീപ സമൂഹത്തിൽ 10 ദ്വീപുകളിൽ മാത്രമേ ജനവാസമുള്ളൂ. സ്ഥിരമായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. ലക്ഷദ്വീപിലെ ദ്വീപുകളുടെ എണ്ണം എത്രയാണ്? 36. പ്രിലിംസിനൊക്കെ ചോദിക്കാറുള്ള ക്വസ്റ്റ്യനാണ്. ഇനി അതിൽ എത്ര ദ്വീപുകളിൽ മാത്രമേ ജനവാസമുള്ളൂ? ആകെ 10 ദ്വീപുകളിൽ മാത്രമാണ് ജനവാസമുള്ളൂ. കേന്ദ്രഭരണ പ്രദേശമായ ലക്ഷദ്വീപിൻ്റെ തലസ്ഥാനം കവരത്തിയാണ്. സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. ലക്ഷദ്വീപിൻ്റെ തലസ്ഥാനം ഏതാണ്? കവരത്തി. ലക്ഷദ്വീപിൻ്റെ തലസ്ഥാനം ഏതാണ്? കവരത്തി. ഇനി ഈ ദ്വീപിലെ ഏറ്റവും വലിയ ദ്വീപ് ഏതാണെന്ന് ചോദിച്ചാൽ ആന്ത്രോത്ത് ദ്വീപാണ് കേട്ടോ. ഇവയിലെ ഏറ്റവും വലുത് എന്ന് പറയുന്നത്. പവിഴജന്യ മണൽ ബീച്ചുകളും ലഗൂണുകളുമാണ് ഇവിടുത്തെ പ്രധാന സവിശേഷതകൾ എന്ന് പറയുന്നത്. എന്തൊക്കെയാണ്? പവിഴജന്യ മണൽ ബീച്ചുകളും ലഗൂണുകളുമാണ് നമ്മുടെ ലക്ഷദ്വീപിലെ പ്രധാന സവിശേഷതകൾ. എന്താണ് ലഗൂൺ എന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. കടൽ തീരങ്ങളിൽ മണൽത്തിട്ടകളാലോ പവിഴപ്പുറ്റുകളാലോ കടലിൽ നിന്നും വേർതിരിക്കപ്പെട്ടിട്ടുള്ള ആഴം കുറഞ്ഞ ജലാശയങ്ങളെയാണ് എന്തെന്ന് പറയുന്നത്? ലഗൂണുകൾ എന്ന് പറയുന്നത് കേട്ടോ. ആഴം കുറഞ്ഞിട്ടുള്ള ജലാശയങ്ങളാണ് ലഗൂണുകൾ എന്ന് പറയുന്നത്. മത്സ്യബന്ധനമാണ് പ്രധാന തൊഴിൽ. ഇവിടെ നിന്നും ലഭിക്കുന്ന പ്രധാന മത്സ്യം ഏതാണ്? ചൂരയാണ് കേട്ടോ. മത്സ്യം സംസ്കരിച്ച് വിവിധ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നു. ചൂര മത്സ്യം ഉണക്കിയെടുത്തുണ്ടാക്കുന്ന മാസ് ഏറെ പ്രസിദ്ധമാണ്. അപ്പോൾ ഈ ചൂര മത്സ്യം ഉണക്കിയെടുത്തുണ്ടാക്കുന്ന ഒരു ഉൽപ്പന്നത്തിൻ്റെ പേരെന്താണ്? മാസാണ് കേട്ടോ. മാസ് അവിടുത്തെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള ഒന്നാണ്. തെങ്ങാണ് പ്രധാന കാർഷിക വിള. കൊപ്ര നിർമ്മാണവും കയർ നിർമ്മാണവും മത്സ്യബന്ധനത്തോടൊപ്പമുള്ള മറ്റ് പരമ്പരാഗത തൊഴിലുകൾ. ലഗൂണുകൾ, ബീച്ചുകൾ, പവിഴപ്പുറ്റുകൾ എന്നിവയെല്ലാം പ്രയോജനപ്പെടുത്തി അനുദിനം വികസിക്കുന്ന വിനോദസഞ്ചാരം ഇവിടുത്തെ ഒരു ആധുനിക തൊഴിൽ മേഖലയാണ്. സ്കൂബ ഡൈവിംഗ് പോലുള്ള സാഹസിക വിനോദസഞ്ചാരവും വളർന്നു വരുന്ന തൊഴിൽ സാധ്യതകളാണ്. ഇവിടെ പവിഴപ്പുറ്റുകൾ എന്താണെന്ന് കൊടുത്തിട്ടുണ്ട്.
കോറൽ പോളിപ്പുകൾ എന്നറിയപ്പെടുന്ന സൂക്ഷ്മ സമുദ്രജീവികളുടെ മൃതാവശിഷ്ടങ്ങൾ അടിഞ്ഞുകൂടിയാണ് പവിഴപ്പുറ്റുകൾ രൂപം കൊള്ളുന്നത്. കോറലുകളുടെ സ്രവമായ കാൽസ്യം കാർബണേറ്റ് ആണ് പവിഴപ്പുറ്റുകൾ രൂപപ്പെടുന്നതിന് സഹായിക്കുന്നത്. പവിഴപ്പുറ്റുകൾ രൂപപ്പെടുന്നതിന് നൂറുകണക്കിന് വർഷങ്ങളെടുക്കും. കടൽ നിരപ്പിന് മുകളിൽ ഉയർന്നു നിൽക്കുന്ന പർവ്വതതലപ്പുകളിൽ പവിഴപ്പുറ്റുകൾ വളർന്നാണ് പവിഴദ്വീപുകൾ ഉണ്ടാകുന്നത്. ജീവനുള്ള കോറൽ പോളിപ്പുകൾ ഓറഞ്ച്, മഞ്ഞ, പച്ച എന്നിങ്ങനെ വിവിധ വർണ്ണങ്ങളിലാണ് കാണപ്പെടുക. നല്ല ഭംഗിയാണ് കേട്ടോ അത് കാണാൻ, അല്ലേ? ഈ ടി വിയിലൊക്കെ കണ്ടിട്ടുണ്ട്. വിവിധ ഇനം മത്സ്യങ്ങളുടെയും സമുദ്രജീവികളുടെയും ആവാസ കേന്ദ്രം കൂടിയാണ് ഈ പവിഴപ്പുറ്റുകൾ എന്ന് പറയുന്നത്. ഉഷ്ണമേഖലയിൽ തീരത്തോട് ചേർന്ന് തെളിഞ്ഞ ജലമുള്ള താരതമ്യേന ആഴം കുറഞ്ഞ കടലുകളിലാണിവ വളരുന്നത്. ഇന്ത്യയിൽ ലക്ഷദ്വീപിനെ കൂടാതെ ഗുജറാത്തിലെ ഗൾഫ് ഓഫ് കച്ച്, തമിഴ്നാട്ടിലെ ഗൾഫ് ഓഫ് മാന്നാർ, ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ എന്നിവിടങ്ങളിലാണ് പവിഴപ്പുറ്റ് സാധാരണയായിട്ട് പൊതുവെ കാണപ്പെടാറുള്ളത്. അപ്പോൾ എന്താണ് പവിഴപ്പുറ്റുകളെന്നും പവിഴദ്വീപുകളെന്ന് മനസ്സിലായില്ലേ? നമ്മുടെ ഈ കോറൽ പോളിപ്പുകൾ എന്നറിയപ്പെടുന്ന ഒരു സൂക്ഷ്മ സമുദ്രജീവികളുടെ അവർ മരിച്ചു കഴിഞ്ഞിട്ടുള്ള അതിൻ്റെ അവശിഷ്ടങ്ങൾ അടിഞ്ഞുകൂടിയിട്ടാണ് പവിഴപ്പുറ്റുകൾ രൂപം കൊള്ളുന്നത്. ഈ കോറലുകളുടെ സ്രവമായിട്ടുള്ള കാൽസ്യം കാർബണേറ്റ് ആണ് രൂപപ്പെടാൻ കാരണം? പവിഴപ്പുറ്റുകൾ രൂപപ്പെടാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നത്. ഇത് രൂപപ്പെടാൻ ഒരുപാട് വർഷം, നൂറുകണക്കിന് വർഷങ്ങൾ എടുക്കുന്നതാണ് കേട്ടോ പറയുന്നത്. പിന്നെന്താണ്, ഈ കടൽ നിരപ്പിന് മുകളിൽ ഈ ഉയർന്നു നിൽക്കുന്ന പർവ്വത തലപ്പുകളിൽ ഈ പവിഴപ്പുറ്റുകൾ വളർന്നിട്ടാണ് പവിഴദ്വീപുകൾ ഉണ്ടാകുന്നത്. ജീവനുള്ള കോറൽ പോളിപ്പുകൾ ഏതൊക്കെ കളറിൽ കാണപ്പെടുന്നത്? ഓറഞ്ച്, മഞ്ഞ, പച്ച എന്നീ നിറങ്ങളിലാണ് കാണപ്പെടുന്നത്. ഇനി എന്താണ്, വിവിധ ഇനം മത്സ്യങ്ങളുടെയും സമുദ്രജീവികളുടെയും ആവാസ കേന്ദ്രം കൂടിയാണ് പവിഴപ്പുറ്റുകൾ എന്ന് പറയുന്നത്. ഈ ടി വിയിലൊക്കെ കണ്ടിട്ടുണ്ട്, നല്ല ഭംഗിയുള്ള മീനുകളൊക്കെ അതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ ഓടിക്കളിക്കുന്നത് ടി വിയിൽ കണ്ടിട്ടുണ്ട്. പിന്നെന്താണ് പറഞ്ഞത്, വേറെ എവിടെയൊക്കെ കാണാൻ പറ്റും? നമ്മുടെ ഗുജറാത്തിലെ ഗൾഫ് ഓഫ് കച്ച്, പിന്നെന്താണ് തമിഴ്നാട്ടിലെ ഗൾഫ് ഓഫ് മാന്നാർ, പിന്നെ ആൻഡമാൻ നിക്കോബാർ തുടങ്ങിയ ദ്വീപുകളിലൊക്കെയാണ് എന്താണ് പൊതുവെ കാണപ്പെടുന്നത്? പവിഴദ്വീപുകൾ അല്ലെങ്കിൽ പവിഴപ്പുറ്റുകൾ കാണപ്പെടുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞത്? നമ്മുടെ ലക്ഷദ്വീപിൽ നോക്കിയിരിക്കേണ്ടത് എന്താണ്? 36 ദ്വീപുകളാണുള്ളത്. 10 ദ്വീപുകളിൽ മാത്രമേ ജനവാസമുള്ളൂ. തലസ്ഥാനം ഏതാണ്? കവരത്തിയാണ്. ഏറ്റവും വലിയ ദ്വീപ് ഏതാണ്? ആന്ത്രോത്ത് ദ്വീപാണ്. ഇനി നമുക്ക് നോക്കാം ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ. ബംഗാൾ ഉൾക്കടലിലാണ് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ സ്ഥിതി ചെയ്യുന്നത്. ഇതിൻ്റെ സ്ഥാനം നിങ്ങൾ തിരിച്ചറിഞ്ഞല്ലോ. ഇവ അഗ്നിപർവ്വതജന്യ ദ്വീപുകളാണ്. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ എന്താണ്? അഗ്നിപർവ്വതജന്യ ദ്വീപുകളാണ് കേട്ടോ. ഈ ദ്വീപ് സമൂഹത്തെ ആൻഡമാൻ ദ്വീപുകൾ, നിക്കോബാർ ദ്വീപുകൾ എന്നിങ്ങനെ വേർതിരിക്കുന്ന കടൽ ഭാഗം എത്രയാണ്? 10 ഡിഗ്രി ചാനലാണ് കേട്ടോ. ആൻഡമാൻ നിക്കോബാറിനെ ആൻഡമാൻ എന്നും നിക്കോബാർ ദ്വീപുകൾ എന്നും വേർതിരിക്കുന്ന ചാനൽ ഏതാണ്? 10 ഡിഗ്രി ചാനലാണ് കേട്ടോ. 10 ഡിഗ്രി ചാനലാണ്. ഇന്ത്യയിലെ ഏക സജീവ അഗ്നിപർവ്വതമായ ബാരൻ ദ്വീപ് നിക്കോബാർ ദ്വീപ സമൂഹത്തിൽ ഉൾപ്പെടുന്നു. സ്ഥിരമായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. ഇന്ത്യയിലെ ഏക സജീവ അഗ്നിപർവ്വതമായ ബാരൻ എവിടെ കാണുന്നു? ആൻഡമാൻ നിക്കോബാറിലെ നിക്കോബാർ ദ്വീപ സമൂഹത്തിലാണ് ഉൾപ്പെടുന്നത് കേട്ടോ. ഇനി അവിടുത്തെ ദ്വീപുകളുടെ എണ്ണം ഏകദേശം 572 ചെറുതും വലുതുമായ ദ്വീപുകളിൽ 38 ദ്വീപുകളിലാണ് ജനവാസമുള്ളത് കേട്ടോ. ടോട്ടൽ എന്താണ്? 572 ചെറുതും വലുതുമായിട്ടുള്ള ദ്വീപുകളുണ്ട്. ആകെ എത്ര ജനവാസ ദ്വീപുകളേ ഉള്ളൂ? 38 ജനവാസ ദ്വീപുകളെ അവിടെയുള്ളൂ. മിക്ക ദ്വീപുകളിലും തദ്ദേശീയ ഗോത്ര ജനവിഭാഗങ്ങളാണ് അധിവസിക്കുന്നത്. പോർട്ട് ബ്ലെയർ ആണ് കേന്ദ്രഭരണ പ്രദേശമായ ആൻഡമാൻ നിക്കോബാർ ദ്വീപിൻ്റെ തലസ്ഥാനം എന്ന് പറയുന്നത്. ഏതാണ്? പോർട്ട് ബ്ലെയർ. ആൻഡമാൻ നിക്കോബാർ ദ്വീപിൻ്റെ തലസ്ഥാനം പോർട്ട് ബ്ലെയർ. ലക്ഷദ്വീപിൻ്റെ തലസ്ഥാനം ഏതാണ്? കവരത്തി. ഇന്ത്യയുടെ ഏറ്റവും തെക്കേ അറ്റമായ ഇന്ദിര പോയിന്റ് ഗ്രേറ്റ് നിക്കോബാർ ദ്വീപിലാണ്. ഇന്ത്യയുടെ തെക്കേ അറ്റം ഏതാണ്? ഏറ്റവും തെക്കേ അറ്റം ഇന്ദിര പോയിന്റ് ആണ്. അതെവിടെയാണ് കാണപ്പെടുന്നത്? ഗ്രേറ്റ് നിക്കോബാർ ദ്വീപിലാണ്. 2004 സുനാമിയിൽ ഈ ഭാഗം 4 മീറ്ററോളം എന്ത് ചെയ്തിട്ടുണ്ട്? കടലിൽ മുങ്ങിപ്പോയിട്ടുണ്ട്. അതവിടെ കാണിക്കുന്നുണ്ട്. ഇത് കണ്ടോ? 10 ഡിഗ്രി ചാനൽ ഇതാണ് കേട്ടോ. ഇതൊക്കെ ആൻഡമാനിനെയും നിക്കോബാറിനെയും വേർതിരിക്കുന്നത് ഏതാണ്? 10 ഡിഗ്രി ചാനലാണ്. ഇവിടെ കൊടുക്കുന്നുണ്ട്. ഇന്ദിര പോയിന്റ്, തെക്കേറ്റമായ ഇന്ദിര പോയിന്റ് എവിടെ കാണുന്നു? ഗ്രേറ്റ് നിക്കോബാറിലാണ് കാണപ്പെടുന്നത്. പോർട്ട് ബ്ലെയർ തലസ്ഥാനം ആൻഡമാനിൽ കാണപ്പെടുന്നുണ്ട്. മണൽ ബീച്ചുകൾ, പാറക്കെട്ടുകൾ, സമുദ്ര കമാനങ്ങൾ, ക്ലിഫുകൾ, വേലിയേറ്റ ചാലുകൾ തുടങ്ങിയവയാണ് ഇവിടുത്തെ സവിശേഷതകൾ. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിൽ ഉയർന്ന തോതിൽ മഴ ലഭിക്കുന്നതിനാൽ ഉഷ്ണമേഖലാ നിത്യഹരിത വനങ്ങളാണ് അവിടെ ധാരാളമായിട്ട് വളരുന്നത്.
അവിടുത്തെ കാലാവസ്ഥ എങ്ങനെയാണ്? ഉഷ്ണമേഖല നിത്യഹരിത വനങ്ങളാണ് അവിടെ ധാരാളമായിട്ട് വളരുന്നത്. എന്തുകൊണ്ടാണ്? അവിടെ വൻതോതിൽ ഉയർന്ന തോതിൽ മഴ ലഭിക്കുന്നുണ്ട്. പവിഴപ്പുറ്റുകളും ബീച്ചുകളും ചുണ്ണാമ്പുകൽ ഗുഹകളും എല്ലാം ഉള്ള ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ ഒരു പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമാണ്. ലക്ഷദ്വീപും ആൻഡമാനും ഒക്കെ എന്താണ്? പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളാണ്. ഇനി നമുക്ക് നോക്കാനുള്ളതാണ് തീരഭൂരൂപങ്ങൾ. ഓരോ ഭൂപ്രദേശങ്ങളിലും വ്യത്യസ്തമായ ഭൂരൂപങ്ങൾ നമുക്ക് കാണാനാകും. വിവിധ രൂപീകരണ സഹായികളാണിവ നിർമ്മിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാമല്ലോ. ഏതൊക്കെയാണ്? കാറ്റ്, ഹിമാനി, നദികൾ എന്നിങ്ങനെയുള്ള വിവിധ രൂപീകരണ സഹായികൾ രൂപപ്പെടുത്തുന്ന ഭൂരൂപങ്ങളെ കുറിച്ച് മുൻ അധ്യായത്തിൽ നാം ചർച്ച ചെയ്തല്ലോ. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, തീരപ്രദേശങ്ങളിൽ ഉണ്ടാകുന്നത് ഒക്കെ അതിനെക്കുറിച്ചാണ് പറയുന്നത്. അതൊക്കെയാണ് കാറ്റ്, ഹിമാനി, നദികൾ. ഇവിടെ കേട്ടോ കാറ്റ്, ഹിമാനി നദികൾ അവിടെ ഏതായിരുന്നു? കാറ്റ് വഴി രൂപേണയാണ് നമുക്ക് എന്താണ്? കൂൺശിലകൾ, മണലുകളൊക്കെ ഉണ്ടായിട്ടുള്ള രൂപങ്ങളൊക്കെ ഉണ്ടായിരുന്നത് നമുക്ക് ഓർമ്മ ഉണ്ടാവുമെന്ന് വിചാരിക്കണം. തിരമാലകളുടെ അപരദന നിക്ഷേപണ പ്രവർത്തനങ്ങൾ വഴി രൂപപ്പെടുന്ന ഭൂരൂപങ്ങൾ ഏതെല്ലാമാണെന്നാണ് ഇനി നോക്കാൻ പോകുന്നത്. ഇവിടെ ചിത്രം 8:13 നോക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതാണ് 8:13 കേട്ടോ. ഇവിടെ ഏതൊക്കെയാണ്? ക്ലിഫ് ഉണ്ട്, സമുദ്രഗുഹ, സമുദ്ര കമാനം, സമുദ്ര സ്തംഭം. ഇത്രയാണ് ഇതിവിടെ കൊടുത്തിരിക്കുന്ന ഭൂരൂപങ്ങൾ എന്ന് പറയുന്നത് കേട്ടോ. സമുദ്രനിരപ്പിൽ നിന്നും ഉയർന്നു നിൽക്കുന്ന ചെങ്കുത്തായ കരഭാഗം കാണുന്നില്ലേ? ഇവയാണ് ക്ലിഫുകൾ എന്ന് പറയുന്നത് കേട്ടോ. ഇതിനെയാണ് ക്ലിഫുകൾ എന്ന് പറയുന്നത് കേട്ടോ. ഈ ചെങ്കുത്തായ ഭാഗത്തിനെയാണ് ക്ലിഫുകൾ എന്ന് പറയുന്നത്, ഉയർന്നു നിൽക്കുന്ന ഭാഗങ്ങൾ. സമുദ്രതീരങ്ങളിലെ പാറക്കെട്ടുകളിൽ തുടർച്ചയായി തിരമാല അടിക്കുമ്പോൾ തീരശീലകൾ അപരദനത്തിലൂടെ നീക്കം ചെയ്യപ്പെടാറുണ്ട്. ഇതിൻ്റെ ഫലമായി രൂപപ്പെടുന്ന ചെങ്കുത്തായ കരഭാഗങ്ങളെയാണ് ക്ലിഫുകൾ എന്ന് പറയുന്നത് കേട്ടോ. ഈ സമുദ്ര തീരങ്ങളിൽ അവിടുത്തെ പാറക്കെട്ടുകളിൽ ഇങ്ങനെ എപ്പോഴും തിരമാല അടിക്കുമ്പോൾ എന്ത് ചെയ്യും? ഈ തീരശിലകൾ എന്ത് ചെയ്യും? നീക്കം ചെയ്യപ്പെടും. അതിൻ്റെ ഫലമായിട്ട് എന്ത് ചെയ്യും? അവിടെ എന്ത് ചെയ്യും? ചെങ്കുത്തായിട്ടുള്ള ഇങ്ങനെ കൂർത്തൊക്കെ നിൽക്കുന്ന കരഭാഗങ്ങൾ ഉണ്ടാവും. അതിനെയാണ് എന്തെന്ന് പറയുന്നത്? ക്ലിഫുകൾ എന്ന് പറയുന്നത്. ഇതുപോലെ തിരമാലകളുടെ അപരദന പ്രക്രിയയുടെ ഫലമായി തീരശിലകളിൽ ചെറുദ്വാരങ്ങൾ രൂപപ്പെട്ട് ഇവ കാലക്രമേണ വലുതായി സമുദ്ര ഗുഹകളായി രൂപപ്പെടുന്നു. സമുദ്രഗുഹ കണ്ടോ? സമുദ്രഗുഹ അങ്ങോട്ട് ഇങ്ങനെ തിരമാല അടിക്കും തോറും എന്ത് ചെയ്യും? അവിടുത്തെ കുറച്ച് മണൽത്തരികളൊക്കെ ഇങ്ങനെ പോയി പിന്നെ അവിടെ എന്ത് ചെയ്യും? ചെറിയ ഒരു ഹോളായി പിന്നീട് അത് വലുതായി പിന്നീട് അതെന്ത് മാറും? സമുദ്രഗുഹയിലേക്ക് മാറും. സമുദ്രത്തിലേക്ക് തള്ളി നിൽക്കുന്ന തീരശിലാഭാഗത്ത് തിരമാലയുടെ അപരദനം മൂലം ഇരുവശങ്ങളിൽ നിന്നും ഗുഹകൾ രൂപപ്പെടുന്നു. കാലക്രമേണ നിരന്തരമായ അപരദന പ്രക്രിയയിലൂടെ ഇരു ഗുഹകളും കൂടി ചേർന്ന് കമാന ആകൃതി കൈവരിക്കുന്നു. ഇതാണ് സമുദ്ര കമാനം എന്ന് പറയുന്നത്. ഇതവിടെ ഉണ്ടാവില്ലേ? സമുദ്ര കമാനം. ഇവിടുന്ന് തിരമാല അടിക്കും, ഇവിടുന്ന് തിരമാല അടിക്കും. അങ്ങനെ ഏത് ഷേപ്പിലേക്ക് പോകും? കമാന ഷേപ്പിലേക്ക് പോകും. അതാണ് സമുദ്ര കമാനം എന്ന് പറയുന്നത്. ഗുഹകൾ ഇങ്ങനെ ഉണ്ടാക്കി പിന്നീട് എന്ത് ചെയ്യും? ഇവിടുന്ന് അടിക്കുമ്പോൾ അവിടുത്തെ മണ്ണുകൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവിടെ ഒരു ഹോളായിട്ട് മാറും. പിന്നെ അവിടെ എന്ത് ചെയ്യും? അതൊരു കമാന ഷേപ്പിലേക്ക് മാറും. അതിനെയാണ് എന്തെന്ന് പറയുന്നത്? സമുദ്ര കമാനം എന്ന് പറയുന്നത്. സമുദ്ര കമാനങ്ങളുടെ മേൽക്കൂര ഭാഗം തുടർ അപരദനത്തിലൂടെ തകരുമ്പോൾ കടലിലേക്ക് തള്ളി നിൽക്കുന്ന കമാന ഭാഗം തീരത്തു നിന്നും വേർപെട്ട് ഒരു തൂണ് പോലെ ബാക്കിയാവും. ഇവയാണ് സമുദ്ര സ്തംഭങ്ങൾ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഈ മേൽഭാഗത്ത് ഇങ്ങനെ വീണ്ടും തിരമാല ഇങ്ങനെ അടിക്കുമ്പോൾ ഇതിൻ്റെ മേൽഭാഗം എന്ത് ചെയ്യും? ഇവിടുത്തെ മേൽഭാഗം അപ്പാടെ തകർന്നു പോകും. അപ്പോൾ ഈ ഒരു സ്തംഭം ഈ ഒരു തൂണ് മാത്രമായിട്ട് നിൽക്കും. അതിനെ എന്ത് ചെയ്യും? അതിനെ പിന്നീട് എന്ത് പറയുന്നു? സമുദ്ര സ്തംഭം എന്ന് പറയുന്നു. അപ്പോൾ ഇത്രയാണ് ഭൂരൂപങ്ങൾ എന്ന് പറയുന്നതിൽ നമുക്ക് നോക്കാനുള്ളത് കേട്ടോ. സമുദ്ര കമാനങ്ങളുടെയും സമുദ്ര സ്തംഭങ്ങളുടെയും സവിശേഷതകൾ ചിത്രം നിരീക്ഷിച്ചിട്ട് മനസ്സിലാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അതൊന്നും നമുക്ക് വേണ്ട. ഇനി തിരമാലയുടെ പ്രവർത്തന ഫലമായി വിവിധ നിക്ഷേപണ ഭൂരൂപങ്ങളും തീരപ്രദേശത്ത് രൂപപ്പെടാറുണ്ട്. അവ ഏതെല്ലാം എന്നാണ് നോക്കുന്നത് കേട്ടോ. വേലിയേറ്റ നിരപ്പിനും വേലിയിറക്ക നിരപ്പിനും ഇടയിൽ തിരമാലയുടെ നിക്ഷേപണ പ്രവർത്തനത്താൽ മണൽ ചാരൽ എന്നിവ അടിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു? ബീച്ചുകൾ രൂപം കൊള്ളുന്നു. ഏതൊക്കെയാണ്? വേലിയേറ്റ നിരപ്പിനും വേലിയിറക്ക നിരപ്പിനും ഇടയിൽ തിരമാല ഇങ്ങനെ അവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ കുറേ മണ്ണ് അവിടെ കൊണ്ടുപോയി നിക്ഷേപിക്കും, കുറേ മണൽ ചരലൊക്കെ അവിടെ കൊണ്ടുപോയിട്ട് നിക്ഷേപിക്കും, പിന്നെയും ഇങ്ങോട്ട് വരും, പിന്നെ അങ്ങോട്ട് പോകും, വീണ്ടും കുറേ മണലും ചരലും നിക്ഷേപിക്കും. അങ്ങനെ അവിടെ അടിഞ്ഞു കൂടിയിട്ട് എന്ത് ചെയ്യും? ഒരു താൽക്കാലിക നിക്ഷേപം. അതാണ് എന്ത് എന്ന് പറയുന്നത്? ബീച്ചുകൾ എന്ന് പറയുന്നത്. കടൽ തീരത്തിന് സമാന്തരമായി തിരമാലകളുടെ നിക്ഷേപണ പ്രവർത്തനത്താൽ രൂപപ്പെടുന്ന താൽക്കാലിക മണൽത്തിട്ടകളെ എന്ത് പറയുന്നു? പൊഴി എന്ന് പറയുന്നു കേട്ടോ. പൊഴി ഇതവിടെ കൊടുത്തിട്ടുണ്ട്. ഈ താൽക്കാലിക മണൽത്തിട്ടകളെ എന്തെന്ന് പറയുന്നു?
പൊഴി എന്നാണ് പറയുന്നത് കേട്ടോ. പൊഴി കടൽ തീരത്തിന് സമാന്തരമായി തിരമാലകളുടെ നിക്ഷേപണ പ്രവർത്തനത്താൽ രൂപപ്പെടുന്ന താൽക്കാലിക മണൽത്തിട്ടകളെ എന്ത് പറയുന്നു? പൊഴികൾ എന്ന് പറയുന്നു. എഴുതി വെച്ചോണേ, നോട്ട് ചെയ്ത് വെച്ചോണേ. ഇനി നോക്കൂ, കരയിൽ നിന്നും കടലിലേക്ക് നീണ്ടു നിൽക്കുന്ന മണൽത്തിട്ടകളെ എന്തെന്ന് പറയുന്നു? മണൽ നാക്കുകൾ എന്നാണ് പറയുന്നത് കേട്ടോ. മണൽ നാക്കുകൾ ഇതാണ് ഈ നീണ്ടു നിൽക്കുന്നതിനാണ് മണൽ നാക്കെന്ന് പറയുന്നത് കേട്ടോ. കരയിൽ നിന്നും കടലിലേക്ക് നീണ്ടു നിൽക്കുന്ന ഒരു മണൽത്തിട്ട നാക്ക് രൂപത്തിൽ, അതിനെയാണ് എന്തെന്ന് പറയുന്നത്? മണൽ നാക്കെന്ന് പറയുന്നത്. ഇനി കാലാവസ്ഥയിലേക്കാണ് കേട്ടോ നമ്മൾ കിടക്കുന്നത്. മറ്റു ഭൂപ്രകൃതി വിഭാഗങ്ങളിൽ നിന്നും വ്യത്യസ്തമായി സവിശേഷമായ കാലാവസ്ഥയാണ് തീരപ്രദേശങ്ങളിൽ അനുഭവപ്പെടുന്നത്. ഉഷ്ണമേഖലയാണ് ഉൾപ്പെടുന്നതെങ്കിലും ഇന്ത്യയുടെ തീരപ്രദേശങ്ങളിൽ മിതമായ കാലാവസ്ഥയാണ് ഉള്ളത്. ഇവിടെ എന്താണ്? അത്യുഷ്ണമോ അതിശൈത്യമോ അനുഭവപ്പെടില്ല. എന്താ കാരണം? സമുദ്ര സാമീപ്യമാണ് ഇതിന് കാരണമെന്ന് പറയുന്നത്. കരയും കടലും വ്യത്യസ്തമായാണ് സൂര്യതാപത്തോട് പ്രതികരിക്കുന്നത്. കര പെട്ടെന്ന് ചൂടുപിടിക്കുകയും വേഗത്തിൽ തണുക്കുകയും ചെയ്യുമ്പോൾ കടൽ എന്ത് ചെയ്യും? സാവധാനത്തിൽ ചൂടുപിടിക്കുകയും തണുക്കുകയും ചെയ്യുന്നുള്ളൂ. ഇത് കടൽക്കാറ്റും കരക്കാറ്റും രൂപപ്പെടുന്നതിന് കാരണമാകുന്നു. ഈ കാറ്റുകൾ തീരപ്രദേശത്തെ ദിനാന്തരീക്ഷ സ്ഥിതി മിതപ്പെടുത്തുന്നതിൽ മുഖ്യ പങ്കുവഹിക്കുന്നു. ഇനി ഇവിടെ കടൽക്കാറ്റും കരക്കാറ്റും എന്താണെന്ന് കൊടുത്തിട്ടുണ്ട് കേട്ടോ. തീരപ്രദേശങ്ങളിൽ പകൽ സമയങ്ങളിൽ കര വേഗം ചൂടുപിടിക്കും. തീരപ്രദേശങ്ങളിൽ പകൽ സമയമാണെങ്കിൽ കര എന്ത് ചെയ്യും? വേഗം എന്ത് ചെയ്യും? ചൂടുപിടിക്കും. ഇതുമൂലം ഈ കരഭാഗത്തെ വായു എന്ത് ചെയ്യും? മുകളിലേക്ക് പൊന്തിയിട്ട് ന്യൂനമർദ്ദം രൂപപ്പെടുകയും ചെയ്യുന്നു. എന്നാൽ ഈ സമയം കടലിൽ എന്തായിരിക്കും? താരതമ്യേന ചൂട് കുറവായിരിക്കും. അപ്പോൾ അവിടെ ഉച്ചമർദ്ദവുമായിരിക്കും. അത് എന്ത് ചെയ്യും? ഈ ഉച്ചമർദ്ദമുള്ള കടലിൽ നിന്നും ന്യൂനമർദ്ദ പ്രദേശമായ കരയിലേക്ക് എന്ത് ചെയ്യും? വായു ഇങ്ങനെ പോകും. ഇതിനെ എന്തെന്ന് പറയുന്നു? കടൽ കാറ്റെന്ന് പറയുന്നു. മനസ്സിലാവുന്നുണ്ടോ? പകൽ സമയത്ത് വീശുന്നതാണ് കടൽ കാറ്റെന്ന് പറയുന്നത്. പകൽ സമയത്ത് എന്താണ് വീശുന്നത്? കടൽ കാറ്റ്. അങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരാറുള്ളത് കേട്ടോ. പകൽ സമയത്ത് വീശുന്നത് ഏതാണ്? കടൽ കാറ്റാണ്. കടൽ കാറ്റ്. ഇതിന് വിപരീതമായി രാത്രികാലങ്ങളിൽ കരപ്രദേശത്ത് ചൂട് താരതമ്യേന വേഗത്തിൽ കുറയുന്ന കാരണം ഉച്ചമർദ്ദം അവിടെ രൂപപ്പെടും. എന്നാൽ കടലിൽ കരയേക്കാൾ താരതമ്യേന ചൂട് കൂടുതലായതിനാൽ ന്യൂനമർദ്ദവുമായിരിക്കും. അപ്പോൾ എന്ത് ചെയ്യും? ഈ ഉച്ചമർദ്ദ മേഖലയായ കരയിൽ നിന്നും പിന്നെന്ത് ചെയ്യും? ന്യൂനമർദ്ദ മേഖലയിലെ കടലിലേക്ക് എന്ത് ചെയ്യും? കാറ്റ് വീശും. അപ്പോൾ അതിനെയാണ് എന്തെന്ന് പറയുന്നത്? കരക്കാറ്റെന്ന് പറയുന്നത്. കരക്കാറ്റ് എപ്പോഴാണ്? രാത്രി സമയങ്ങളിൽ വീശുന്നതാണ് എന്തെന്ന് പറയുന്നത്? കരക്കാറ്റെന്ന് പറയുന്നത്. പകൽ സമയങ്ങളിൽ കടൽക്കാറ്റാണ് കേട്ടോ. അതായത് കടലിൽ നിന്ന് കരയിലേക്ക് കാറ്റ് പകൽ സമയത്ത്, അതിനെ കടൽക്കാറ്റെന്ന് വിളിക്കുന്നു. കരയിൽ നിന്ന് കടലിലേക്ക് രാത്രി സമയങ്ങളിൽ എന്ത് ചെയ്യുന്നു? കരയിൽ നിന്ന് കടലിലേക്ക് രാത്രി സമയത്ത് കാറ്റ് വീശുന്നു. അതിനെന്ത് പറയുന്നു? കരക്കാറ്റെന്ന് പറയുന്നു. ഇതാണ് കടൽക്കാറ്റും കരക്കാറ്റും കേട്ടോ. മൺസൂൺ കാറ്റുകളാണ് തീരദേശ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന മറ്റൊരു ഘടകം. തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകളാണ് ഇന്ത്യയിൽ ആകമാനം മഴ നൽകുന്നത്. നമുക്ക് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് ഏതിൽ നിന്നാണ്? തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാറ്റിൽ നിന്നാണ് അല്ലേ. മൺസൂൺ കാറ്റുകൾ ആദ്യം എത്തുന്നത് ദ്വീപുകളിലും തീരങ്ങളിലുമാണ്. അറബിക്കടലിലൂടെ എത്തുന്ന തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകൾ പശ്ചിമഘട്ട മലനിരകളിൽ തട്ടി പടിഞ്ഞാറൻ തീരസമതലത്തിൽ ഉയർന്ന തോതിൽ മഴ നൽകും. മനസ്സിലാവുന്നുണ്ടോ? അറബിക്കടലിലൂടെ എത്തുന്ന തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകൾ എന്ത് ചെയ്യും? അവിടെയുള്ള പശ്ചിമ മലനിരകളിൽ തട്ടിയിട്ട് എന്ത് ചെയ്യും? പടിഞ്ഞാറൻ തീരസമതലത്താണ് ഏറ്റവും കൂടുതൽ എന്ത് ചെയ്യുക? ഉയർന്ന തോതിൽ മഴ ലഭിക്കുക പടിഞ്ഞാറൻ തീരസമതലത്തിൽ. കിഴക്കൻ തീരസമതലങ്ങളിൽ കൊറമാൻഡൽ തീരത്ത് മഴ ലഭിക്കുന്നത് എപ്പോഴാണ്? ഒക്ടോബർ നവംബർ മാസങ്ങളിലാണ്. മൺസൂൺ കാറ്റുകളുടെ പിൻവാങ്ങൽ കാലഘട്ടമാണിത്. പിൻവാങ്ങൽ കാലഘട്ടം ഏതാണ്? ഒക്ടോബർ നവംബർ അല്ലേ. മൺസൂൺ കാറ്റിൻ്റെ പിൻവാങ്ങൽ കാലഘട്ടം ഒക്ടോബർ നവംബർ മാസങ്ങളിലാണ്. ആ സമയത്താണ് കിഴക്കൻ തീരങ്ങളിൽ, അതായത് കൊറമാൻഡൽ തീരത്ത് എന്ത് ചെയ്യുന്നത്? മഴ ലഭിക്കുന്നത്. ഈ പിൻവാങ്ങൽ കാലയളവിൽ കേരളത്തിൽ മഴ ലഭിക്കുന്നുണ്ട്. നാം ഇതിനെ എന്തെന്ന് വിളിക്കുന്നു? തുലാവർഷം എന്ന് വിളിക്കുന്നു. തെക്ക് പടിഞ്ഞാറൻ മൺസൂണിനെ നമ്മൾ എന്ത് വിളിക്കുന്നു? കാലവർഷം എന്ന് വിളിക്കുന്നു. മുൻ അധ്യായങ്ങളിലെ അതൊന്നും വേണ്ട, നമുക്ക് വേറൊരു രീതിയിലും കിഴക്കൻ തീരത്ത് മഴ ലഭിക്കുന്നുണ്ട്. അതെങ്ങനെയാണ്? ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെടുന്ന ചക്രവാതങ്ങളിൽ നിന്നാണ് കിഴക്കൻ തീരത്ത് എന്ത് ചെയ്യുന്നത്? മഴ ലഭിക്കുന്നത്. ഇനി നമുക്ക് അവിടുത്തെ തീരദേശങ്ങളിലെ മണ്ണ് എങ്ങനെയാണെന്ന് നോക്കാം. നദികളുടെയും തിരമാലകളുടെയും നിക്ഷേപണ പ്രക്രിയയിലൂടെ രൂപപ്പെടുന്ന നിക്ഷേപണ മണ്ണ് ഏതാണ്? തീരപ്രദേശത്ത് പൊതുവെ കാണപ്പെടുന്നത്. നദികളുടെയും തിരമാലയുടെയും നിക്ഷേപണ ഫലമായിട്ട് രൂപപ്പെടുന്ന നിക്ഷേപണ മണ്ണാണ് എവിടെ കാണപ്പെടുന്നത്? തീരപ്രദേശത്ത് പൊതുവെ കാണപ്പെടുന്നത്. മണൽ നിറഞ്ഞ മണ്ണും മഞ്ഞയും ചുവപ്പ് നിറവുമുള്ള ലാറ്ററൈറ്റ് മണ്ണും കറുത്ത കളിമണ്ണും ജൈവാംശം കൂടിയ പീറ്റ് മണ്ണും പടിഞ്ഞാറൻ തീരസമതലങ്ങളിൽ കാണപ്പെടുന്നുണ്ട്. എല്ലാ ടൈപ്പ് ഓഫ് മണ്ണും ഉണ്ടല്ലേ ഇവിടെ. മണൽ നിറഞ്ഞ മണ്ണും ഉണ്ട്, പിന്നെന്താണ്? ലാറ്ററൈറ്റ് മണ്ണും ഉണ്ട്, കറുത്ത കളിമണ്ണുണ്ട്, പിന്നെ ഏതാണ്? ജൈവാംശം ഏറ്റവും കൂടിയിട്ടുള്ള പീറ്റ് മണ്ണും അവിടെയുണ്ട്.
കിഴക്കൻ തീരങ്ങളിൽ കൂടുതലും എക്കൽ മണ്ണാണ് കാണപ്പെടുന്നത്. കിഴക്കൻ നമ്മൾ പറഞ്ഞല്ലോ, അവിടെ എന്താണ്, അവിടെ നെൽകൃഷിക്ക് അനുയോജ്യമാണ് അല്ലേ, എക്കൽ മണ്ണായതുകൊണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചിലയിടങ്ങളിൽ എന്ത് ചെയ്യുന്നുണ്ട്, മണൽ നിറഞ്ഞ ചെങ്കൽ മണ്ണും കറുത്ത മണ്ണും അവിടെ കാണപ്പെടുന്നുണ്ട്. ഇനി അവിടുത്തെ സസ്യജാലങ്ങളെക്കുറിച്ച് നോക്കാം. ഉഷ്ണമേഖലയിൽ സ്ഥിതി ചെയ്യുന്നതിനാലും സമുദ്ര സാമീപ്യം മൂലവും ഇന്ത്യയുടെ തീരദേശങ്ങളിൽ കാലാവസ്ഥയും ഏറെക്കുറെ ഇങ്ങനെ തന്നെയാണ്, സമാനമാണ്. അതിനാൽ സസ്യജാലങ്ങളിലും ഏറെ സമാനതകൾ എന്ത് ചെയ്യാൻ പറ്റും, കാണാവുന്നതാണ്. ഇതാ തീരദേശ സസ്യങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. വരണ്ട തീരദേശ സസ്യങ്ങൾ, ആർദ്ര തീരദേശ സസ്യങ്ങൾ. വരണ്ട തീരദേശ സസ്യങ്ങൾ ഏതൊക്കെയാണ്? തീരമണൽ പരപ്പുകളിലെ സസ്യങ്ങൾ, തീരദേശ പാറക്കെട്ടുകളിലെ സസ്യങ്ങൾ. ആർദ്ര തീരദേശങ്ങൾ സസ്യങ്ങളാണെങ്കിലോ കണ്ടൽ കാടുകളുണ്ട്, ലവണ ചതുപ്പ് നിലങ്ങളിലെ സസ്യങ്ങളുണ്ട്, കടൽ പായലുകൾ, കടൽ സസ്യങ്ങൾ, കോറൽ സസ്യങ്ങൾ. തീരസമതലങ്ങളിലെ മിക്ക പ്രദേശങ്ങളും വ്യാപകമായ കൃഷിഭൂമികളായി മാറ്റപ്പെട്ടിട്ടുണ്ട്. അതിനാൽ സ്വാഭാവിക സസ്യജാലങ്ങളെക്കാൾ കൂടുതലായി തെങ്ങ്, വാഴ, നെല്ല്, പച്ചക്കറികൾ തുടങ്ങിയ കാർഷിക വിളകൾ എവിടെ കാണുന്നു? തീരപ്രദേശത്ത് കാണപ്പെടുന്നു. കണ്ടൽക്കാടുകൾ തീരത്തിൻ്റെ ശ്വാസകോശം. ഉഷ്ണമേഖലാ തീരങ്ങളിൽ സാധാരണയായി വളരുന്ന ലവണജല ചതുപ്പ് സസ്യങ്ങളാണ് എന്തെന്ന് പറയുന്നത്? കണ്ടലുകൾ എന്ന് പറയുന്നത്. ഇന്ത്യയിൽ ഏകദേശം 380 കിലോമീറ്ററും തീരപ്രദേശത്ത് കണ്ടൽക്കാടുകളുണ്ട്. വെസ്റ്റ് ബംഗാൾ തീരത്തെ ഗംഗാ ഡെൽറ്റ പ്രദേശമായ സുന്ദർബൻ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ കണ്ടൽക്കാടുകളാണ്. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ കണ്ടൽക്കാട് ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? പശ്ചിമ ബംഗാൾ തീരത്തെ സുന്ദർബൻ ഡെൽറ്റയാണ് ഏറ്റവും വലിയ കണ്ടൽക്കാടുകൾ. കണ്ടലുകൾ വിവിധ ഇനം മത്സ്യങ്ങളുടെയും മറ്റ് ജലജീവികളുടെയും പ്രജനന കേന്ദ്രങ്ങളാണ്. കൂടാതെ വിവിധ ജീവിവർഗങ്ങൾക്ക് ആവാസ കേന്ദ്രവുമാണ് കണ്ടൽക്കാടുകൾ. ചുഴലിക്കാറ്റ്, സുനാമി തുടങ്ങിയ പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും കണ്ടലുകൾ തീരദേശത്തെയും ജനങ്ങളെയും എന്ത് ചെയ്യുന്നുണ്ട്? സംരക്ഷിക്കുന്നുണ്ട്. തീരദേശ ആവാസ വ്യവസ്ഥയുടെ നിലനിൽപ്പിനെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകമാണ് കണ്ടലുകൾ എന്ന് പറയുന്നത്. കണ്ടൽക്കാടുകളുടെ സംരക്ഷണത്തിനായി ജൂലൈ 26 എങ്ങനെ ആചരിക്കുന്നു? അന്താരാഷ്ട്ര കണ്ടൽ ദിനമായിട്ട് ആചരിക്കുന്നു. അപ്പോൾ അന്താരാഷ്ട്ര കണ്ടൽ ദിനം എന്നാണ്? ജൂലൈ 26 കേട്ടോ. ജൂലൈ 26 അന്താരാഷ്ട്ര കണ്ടൽ ദിനം, മറക്കരുത്. അന്താരാഷ്ട്ര കണ്ടൽ ദിനം എന്നാണ് ജൂലൈ 26. ധാതു നിക്ഷേപങ്ങൾ. ഇന്ത്യയുടെ തീരദേശങ്ങളിൽ വ്യാവസായിക മൂല്യമുള്ള ധാരാളം ലോഹധാതുക്കളുടെ നിക്ഷേപമുണ്ട്. ഇരുമ്പയിര്, മാംഗനീസ്, ബോക്സൈറ്റ് തുടങ്ങിയവയാണ് തീരദേശത്ത് കാണപ്പെടുന്ന പ്രധാന ധാതുക്കൾ. കൂടാതെ ആണവ ഇന്ധനമായ യുറേനിയം വേർതിരിച്ചെടുക്കാവുന്ന മോണോസൈറ്റ് പോലുള്ള അപൂർവ ധാതുക്കളും തീരദേശ കരിമണലിൽ കാണപ്പെടുന്നു. കൊല്ലം ജില്ലയിലെ ചവറയിലും ഒഡീഷയിലും തമിഴ്നാട്ടിലെയും ചില തീരങ്ങളിലും ഇത്തരം കരിമണൽ നിക്ഷേപമുണ്ട്. അപ്പോൾ ഇവിടെ ഏതൊക്കെയാണ് കാണപ്പെടുന്നത്? ഇരുമ്പയിര്, മാംഗനീസ്, ബോക്സൈറ്റ് തുടങ്ങിയവയാണ് തീരദേശത്ത് കാണപ്പെടുന്ന പ്രധാന ധാതുക്കൾ എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? പിന്നെന്താണ്? ആണവ ഇന്ധനമായിട്ടുള്ള യുറേനിയം വേർതിരിച്ചെടുക്കാവുന്ന മോണോസൈറ്റ് പോലുള്ള അപൂർവ ധാതുക്കളും എന്ത് ചെയ്യുന്നുണ്ട്? ഈ തീരദേശ കരിമണലിൽ കാണപ്പെടുന്നുണ്ട്. ഇവിടെ പറയുന്നുണ്ട് കൊല്ലം ജില്ലയിലെ ചവറ എന്തിനാണ്? കരിമണൽ നിക്ഷേപത്തിന് പ്രസിദ്ധമാണ്. പിന്നെ ഒഡീഷയിലും തമിഴ്നാട്ടിലെ ചില തീരങ്ങളിലും എന്തുണ്ട്? കരിമണൽ നിക്ഷേപമുണ്ട്, മോണോസൈറ്റ് നിക്ഷേപമുണ്ട്. ജനസംഖ്യയും ജനജീവിതവും. ജനസംഖ്യ വിതരണത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളിൽ മിക്കതും അനുകൂലമായതിനാൽ ഇന്ത്യൻ തീരദേശം ജനനിബിഡവും ജനസാന്ദ്രവുമാണ്. നമ്മുടെ ചാപ്റ്ററിൻ്റെ ഫസ്റ്റ് തുടക്കത്തിൽ ഇത് പറഞ്ഞു അല്ലേ. മിതമായ കാലാവസ്ഥ, കൃഷിക്കും ഗതാഗത വികസനത്തിനും അനുയോജ്യമായ സമതല ഭൂപ്രകൃതി, കൃഷി, മത്സ്യബന്ധനം, ടൂറിസം തുടങ്ങിയ തൊഴിൽ സാധ്യതകൾ, ജലലഭ്യത, ധാതു നിക്ഷേപം, വ്യവസായം എന്നിങ്ങനെയുള്ള ഘടകങ്ങൾ തീരസമതലങ്ങളെ ജനനിബിഡമാക്കുന്നു. എല്ലാത്തിനും അനുയോജ്യമായിട്ടുള്ളൊരു ഭൂപ്രകൃതിയാണല്ലേ അത്. എന്തൊക്കെയാണ് പറയുന്നത്? മിതമായിട്ടുള്ള കാലാവസ്ഥയാണ്, കൃഷിക്കും ഗതാഗത വികസനത്തിനും അനുയോജ്യമായിട്ടുള്ള ഭൂപ്രകൃതിയാണ്. പിന്നെന്താണ്? കൃഷി, മത്സ്യബന്ധനം, ടൂറിസം തുടങ്ങിയ തൊഴിൽ സാധ്യതകളുണ്ട്, ജലലഭ്യത, ധാതു നിക്ഷേപങ്ങളുണ്ട്, വ്യവസായം എന്നിങ്ങനെയുള്ള ഘടകങ്ങൾ എന്ത് ചെയ്യുന്നു? ഈ തീരസമതലങ്ങളെ ജനവാസയോഗ്യം, കൂടുതൽ ജനങ്ങളെ പാർക്കുന്ന ഒരു സ്ഥലമാക്കിയിട്ട് മാറ്റുന്നു. ഇന്ത്യയിലെ മെട്രോ നഗരങ്ങളിൽ ഡൽഹി ഒഴികെ മറ്റു മൂന്നും, അതായത് മുംബൈ, ചെന്നൈ, കൊൽക്കത്ത, തീരസമതലങ്ങളിലാണ് വികസിച്ച് വന്നിട്ടുള്ളത്. ദേശീയ ശരാശരിയേക്കാൾ കൂടിയ ജനസാന്ദ്രതയുള്ള പ്രദേശമാണ് ലക്ഷദ്വീപ്. എന്നാൽ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിൽ ജനസാന്ദ്രത കുറവാണ്. സാമ്പത്തിക പ്രവർത്തനങ്ങൾ. കൃഷി, മത്സ്യബന്ധനം എന്നിവയാണ് തീരദേശ ജനതയുടെ പ്രധാന സാമ്പത്തിക പ്രവർത്തനങ്ങൾ. ഇതൊക്കെ കേട്ടിരുന്നാൽ മതിയേ.
കൂടാതെ വിവിധ ധാതു അധിഷ്ഠിത വ്യവസായങ്ങൾ, കപ്പൽ നിർമ്മാണം, മത്സ്യ സംസ്കരണം, ഉപ്പ് നിർമ്മാണം തുടങ്ങിയ വ്യവസായങ്ങളും തീരദേശത്തുണ്ട്. തീരദേശങ്ങളിൽ ഏറെ സാധ്യതയുള്ളതും അനുദിനം വികസിച്ചു കൊണ്ടിരിക്കുന്നതുമായൊരു തൊഴിൽ മേഖലയായിരുന്നു നമ്മൾ നേരത്തെ പറഞ്ഞു. ഏതാണ്? വിനോദസഞ്ചാരമാണ് അല്ലേ. എല്ലാ ഭാഗത്തും എന്താണ്? വിനോദസഞ്ചാരം എന്താണ്? വികസിച്ചു കൊണ്ടിരിക്കുകയാണ്. തീരദേശത്തെ വ്യവസായ പുരോഗതിക്ക് തുറമുഖങ്ങളുടെ പങ്ക് വളരെ പ്രധാനമാണ്. വ്യാവസായിക ഉൽപ്പന്നങ്ങളും അസംസ്കൃത വസ്തുക്കളും കയറ്റുമതി ചെയ്യുന്നതും ഇറക്കുമതി ചെയ്യുന്നതും തുറമുഖങ്ങൾ വഴിയാണ്. ഇനി അവിടെ എന്താണ്? ഒരുപാട് വെല്ലുവിളികളും അവിടെ ഉണ്ട്. നല്ല നല്ല കാര്യങ്ങളുമുണ്ട്. അത് കൂടാതെ എന്താണ്? വെല്ലുവിളികളുമുണ്ട്. മനുഷ്യവാസത്തിന് അനുയോജ്യമായ ഭൂപ്രകൃതി, സുഖകരമായ കാലാവസ്ഥ, ജലലഭ്യത, കൃഷി, വ്യവസായം തുടങ്ങിയ നിരവധി സാധ്യതകളുള്ള ഭൂപ്രദേശമാണ് തീരദേശം. ഏറെ അനുകൂല സാഹചര്യങ്ങൾ നിലനിൽക്കുമ്പോഴും തീരദേശവും തീരദേശ ജനജീവിതവും നിരവധി വെല്ലുവിളികൾ നേരിടുന്നുണ്ട്. എന്തൊക്കെയാണ് നമുക്കറിയാം അല്ലേ. സുനാമി, കൊടുങ്കാറ്റ് തുടങ്ങിയ കടൽ സംബന്ധമായിട്ടുള്ള പ്രകൃതി ദുരന്തങ്ങളും ആഗോള കാലാവസ്ഥാ മാറ്റത്തിൻ്റെ ഫലമായി സമുദ്ര ജലനിരപ്പ് ഉയരുന്നതും കടൽക്ഷോഭവും തീരം കടലെടുക്കുന്നതും എല്ലാം എന്താണ്? തീരദേശ ജനജീവിതം പ്രതിസന്ധികൾ നിറഞ്ഞതാകുന്നു അല്ലേ. പ്രകൃതിയുടെ ഇത്തരം പ്രതികൂല സാഹചര്യങ്ങളോട് പൊരുത്തപ്പെട്ട് തങ്ങളുടെ സാമൂഹ്യ ജീവിതം ചിട്ടപ്പെടുത്തുന്നതിന് തീരദേശ ജനത നിരന്തരം പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. കാലാവസ്ഥാ വ്യതിയാനവുമായി ബന്ധപ്പെട്ട് തീരദേശങ്ങളിൽ വരുന്ന മാറ്റങ്ങളും പ്രകൃതി ദുരന്ത സാധ്യതകളും കൃത്യമായി നിരീക്ഷിക്കേണ്ടതുണ്ട്. ഇതിനായി ആധുനിക ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ പ്രയോജനപ്പെടുത്തി വേണ്ട മുന്നറിയിപ്പും മുന്നൊരുക്കങ്ങളും തീരദേശ ജനങ്ങളുടെ പങ്കാളിത്തത്തോടെ സമയബന്ധിതമായി നടപ്പിലാക്കേണ്ടതുണ്ട്. തീരദേശത്തെ വിഭവങ്ങൾ സുസ്ഥിരമായി വിനിയോഗിക്കുന്നതിനും ഇതിൻ്റെ പ്രയോജനം തദ്ദേശീയ ജനതയ്ക്ക് ലഭിക്കുന്നതിനും ഉതകും വിധമുള്ള വിഭവ ആസൂത്രണവും സംരക്ഷണവും എന്താണ്? അനിവാര്യമാണ്. ഇത്തരം പ്രവർത്തനങ്ങൾക്കായി നാം ഓരോരുത്തരും കൈകോർക്കുമ്പോഴാണ് സുസ്ഥിര വികസനം എന്താകുന്നത്? സാധ്യമാകുന്നത്. അപ്പം നമ്മുടെ തീരങ്ങളിലൂടെ എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്റർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റർ, ഒരുപാട് പോയിന്റുകൾ നിറഞ്ഞിട്ടുള്ള ചാപ്റ്റർ നമ്മളിവിടെ തീർത്തിട്ടുണ്ട്. അപ്പോൾ സ്പെല്ലിംഗ് മിസ്റ്റേക്കുകളൊക്കെ ക്ഷമിക്കുക കേട്ടോ. നിങ്ങൾ എന്താണ്? പോയിന്റുകൾ മാത്രം നോട്ട് ചെയ്യുക, നന്നായിട്ട് പഠിക്കുക കേട്ടോ. കാരണം ഞാൻ മോക്ക് ടെസ്റ്റ് ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരരുത്. കോൺഫിഡൻറ്റോട് കൂടിയിട്ട് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ. നല്ലൊരു ചാപ്റ്റർ അല്ലേ ഇത്. അത്യാവശ്യം നല്ല നല്ല പോയിന്റുകൾ കിട്ടി. കൂടുതലായിട്ടും നമ്മുടെ ഈ തീരസമതലം, പടിഞ്ഞാറൻ തീരസമതലം, കിഴക്കൻ തീരസമതലം, അതാണ് കേട്ടോ മെയിനായിട്ട് പഠിക്കേണ്ടത്. ബാക്കിയൊക്കെ നിങ്ങൾ ചെറിയ ചെറിയ നോട്ടാക്കിയിട്ട് കേൾക്കേണ്ടതൊക്കെ കേട്ടിരിക്കുക. നിങ്ങൾക്ക് നോട്ട് ചെയ്യേണ്ടതൊക്കെ ചെറിയതായിട്ട് നോട്ട് ചെയ്യുക കേട്ടോ. ചെറിയ ഷോർട്ട് നോട്ടാക്കിയിട്ട് നോട്ട് ചെയ്യുക. അപ്പോൾ ക്ലാസ് ഇഷ്ടമാണെങ്കിൽ എന്താണെങ്കിലും നിങ്ങൾ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ ഇനി വീണ്ടും നമുക്ക് പുതിയൊരു ക്ലാസ്സിൽ കാണാം കേട്ടോ. താങ്ക് യു.